ഹരി ഓം ഹരി ഓം ഹരി ഓം. നാരായണ. ഓം ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ബലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തർവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിദിദീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമ്മായ ശേതേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം
വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഹരി ഓം. ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ അഷ്ടമസ്കന്ധത്തിലെ 22-ാം അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 11 ശ്ലോകം കണ്ടു. തുടർന്ന് കാണണം. അപ്പോൾ കഴിഞ്ഞ അധ്യായത്തിന്റെ അവസാന ഭാഗം ഭഗവാൻ മഹാബലിയെ വരണപാശം കൊണ്ട് ബന്ധിച്ച് മൂന്നാമത്തെ അടി എവിടെയാണ് ഞാൻ വെക്കേണ്ടത്, നീ വാഗ്ദാനം ചെയ്തിട്ട് അതിൽ നിന്ന് പിന്തിരിഞ്ഞാൽ നിനക്ക് നരകമായിരിക്കും ബലം എന്നെല്ലാമുള്ള ഭഗവാന്റെ ആ ഒരു ഭീഷണി ശബ്ദമെല്ലാം നമ്മൾ കണ്ടു. അതിന് മറുപടിയായിട്ട് മഹാബലി പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ 11-ാം ശ്ലോകം വരെ കണ്ടത്. എനിക്ക് യശസ്സാണ് മുഖ്യം, മാനമാണ് മുഖ്യം, അത് രക്ഷിക്കണം. അതിനായിക്കൊണ്ട് എൻ്റെ വാക്കിനെ സത്യമാക്കണം. അതിനെൻ്റെ ശിരസിൽ അങ്ങയുടെ പാദം മൂന്നാമത്തെ കാല് വെച്ച് അളക്കണം. എന്നെ തന്നെ അങ്ങോട്ട് എടുത്തോളൂ. എൻ്റെ സ്ഥൂലവും സൂക്ഷ്മവും കാരണവുമായിട്ടുള്ള സർവസ്വവും അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്നുള്ള മട്ടിൽ ആ ശിരസ് കുനിച്ച് ഭഗവാന്റെ മുമ്പിൽ ഭഗവാനോട് അളന്നെടുത്തോളാൻ ആവശ്യപ്പെടുന്നതായിട്ടുള്ള ആ ഭാഗവും തന്നോട് ഭഗവാൻ കാണിക്കുന്നത് ഏറ്റവും വലിയ കരുണയാണ്. കാരണം ഭഗവാൻ തനിക്ക് അല്ലെങ്കിൽ അസുരന്മാർക്ക് മുഴുവൻ ഗുരുവാണ്, പരമഗുരുവാണ്, പരോക്ഷനായ ഗുരുവാണ്. ശിക്ഷിക്കുന്നതിലൂടെ ബോധമുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ധന്യരാണ്. എന്റെ യോഗ്യത കൊണ്ടല്ല അങ്ങ് എന്നെ ഇപ്പം അനുഗ്രഹിച്ചിരിക്കുന്നത്. എന്റെ പിതാമഹനായ പ്രഹ്ലാദനോടുള്ള അങ്ങയുടെ കാരുണ്യം, വാത്സല്യം, അതുകൊണ്ടാണ് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നത്. ആ പിതാമഹൻ എത്ര ഭാഗവതോത്തമനായിരുന്നു. അദ്ദേഹം തന്റെ അച്ഛന്റെ ശത്രുവായ ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ച് ബാക്കിയുള്ളതെല്ലാം നശ്വരമാണെന്ന് ഉറപ്പിച്ച ആളായിരുന്നു. ഈ സംസാരത്തിൽ അല്പം പോലും അദ്ദേഹത്തിന് ആസക്തി ഉണ്ടായിരുന്നില്ല. ഭഗവാനെ പൂർണ്ണമായി ശരണം പ്രാപിച്ച ആളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ പിതാമഹനോടുള്ള അങ്ങയുടെ അതിയായ വാത്സല്യം എന്നോടും കൂടി കാണിച്ചു. അങ്ങനെയാണ് ഞാനിപ്പോൾ അങ്ങയുടെ കൃപയുടെ പാത്രമായിരിക്കുന്നത്. അങ്ങനെയുള്ള എന്നെ അനുഗ്രഹിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ നമസ്കരിക്കുന്ന മഹാബലി ആ സമയത്ത് പ്രഹ്ലാദൻ വരുന്നതും പ്രഹ്ലാദന്റെ വാക്കുകളും അല്ലെങ്കിൽ പ്രഹ്ലാദനെ മഹാബലി സ്വീകരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം കാണുന്നത്. അത് കഴിഞ്ഞ് വിന്ധ്യാവലിയും ബ്രഹ്മദേവനും എല്ലാം ഭഗവാനോട് മഹാബലിക്ക് വേണ്ടി ക്ഷമാപണം ചെയ്യുന്നതും അദ്ദേഹത്തോട് ക്ഷമിക്കാൻ ആവശ്യപ്പെടുന്നതുമായിട്ടുള്ള രംഗങ്ങളും ഭഗവാൻ മഹാബലിയെ അനുഗ്രഹിച്ചുകൊണ്ട് താൻ മഹാബലിയുടെ ഭൃത്യനായി സുതലത്തിൽ കാവൽക്കാരനായി നിൽക്കും, അദ്ദേഹത്തെ ഈ മന്വന്തരം മുഴുവൻ ഞാൻ അവിടെ കാത്തുരക്ഷിക്കും, ഇദ്ദേഹത്തിന്റെ വംശത്തെയും ഞാൻ രക്ഷിക്കും എന്നുള്ളതായിട്ടുള്ള വാഗ്ദാനം ചെയ്യുന്ന രംഗങ്ങളൊക്കെയാണ്. അതൊക്കെ നമുക്ക് വായിച്ചിട്ട് കാണാം.
ആരംഭിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ അഷ്ടമസ്കന്ധേ ദ്വാവിംശതിതമോऽധ്യായഃ. ശ്രീശുക ഉവാച. ഏവം വിപ്രകൃതോ രാജൻ ബലിർഭഗവദാസുരഃ ഭിദ്യമാനോऽപി അഭിന്നാത്മാ പ്രത്യാഹ അവിക്ലവം വചഃ. ബലിരുവാച. യദ്യുത്തമശ്ലോക ഭവാൻ മമേരിതം വചോ വ്യളീകം സുരവർയമന്യത്തെ കരോമി ഋതം തന്ന ഭവേത് പ്രലംബനം പദം തൃതീയം കുരു ശീർഷ്ണി മേ നിജം. ബിഭേമിനാഹം നിരയാത് പദച്യുതോ ന പാശബന്ധാത് വ്യസനാത് ദുരത്യയാത് നൈവാർത്ഥകൃത്സ്രാത് ഭവതോ വിനിഗ്രഹാത് അസാധുവാദാത് വൃഷമുദ്വിജേയതാ. പുംസാം ശ്ലാഘ്യതമം മന്യേ ദണ്ഡമർഹത്തമാർപ്പിതം യം ന മാതാ പിതാ ഭ്രാതാ സുഹൃദശ്ചാതിസന്ധിഃ. ത്വം നൂനമസുരാണാം നഃ പാരോക്ഷ്യഃ പരമോ ഗുരുഃ യോ നോ അനേകമദാന്ധാനാം വിഭ്രംശം ചക്ഷുരാദിശത്. യസ്മിൻ വൈരാനുബന്ധേന രൂഢേന വിബുധേതരാഃ ബഹവോ ലേഭിരേ സിദ്ധിം യാമുഹൈകാന്തയോഗിനഃ. തേനാഹം നിഗൃഹീതോസ്മി ഭവതാ ഭൂരി കർമ്മണ ബദ്ധശ്ച വാരുണൈഃ പാശൈഃ നാദിവ്രീഡേ ന ച വ്യദേ. പിതാമഹോ മേ ഭവദീയ സമ്മതഃ പ്രഹ്ലാദ ആവിഷ്കൃത സാധുവാദഃ ഭവദ്വിപക്ഷേണ വിചിത്രവൈശസം സംപ്രാപിതസ്ത്വൽപരമഃ സ്വപിത്രാ. കിമാത്മനാനേന ജഹാദിയോന്തതഃ കിം റിക്തഹാരൈഃ സ്വജനാക്യദസ്യുഭിഃ കിം ജായയാ സംസൃതി ഹേതുഭൂതയാ മർത്യസ്യ ഗേഹൈ കിമിഹായുഷോ വ്യയഃ. ഇത്തം സ നിശ്ചിത്യ പിതാമഹോ മഹാൻ അഗാധബോധോ ഭവതഃ പാദപദ്മം ധ്രുവം പ്രപേദേ ഹ്യകുതോ ഭയം ജനാത് ഭീതസ്വപക്ഷക്ഷപണസ്യ സത്തമഃ. അദാഹമപ്യാത്മരിപോസ്തവാന്തികം ദൈവേന നീതഃ പ്രസവം ത്യാജിതശ്രീഃ ഇദം കൃതാന്താന്തികവർത്തി ജീവിതം യയാ ധ്രുവം സ്തബ്ധമതിർന ബുധ്യത്തെ. ശ്രീശുക ഉവാച. തസ്യേത്തം ഭാഷമാനസ്യ പ്രഹ്ലാദോ ഭഗവത്പ്രിയഃ ആജഗാമ കുരുശ്രേഷ്ഠ രാഗാപതിരിവോത്തിതഃ. തമിന്ദ്രസേനഃ സ്വപിതാമഹം ശ്രിയാ വിരാജമാനം നളിനായ ദേക്ഷണം പ്രാംശും പിശങ്കംബരമഞ്ജനത്വിഷം പ്രലംബബാഹും സുഭഗം സമൈക്ഷതാം. തസ്മൈ ബലിർവാരുണപാശയന്ത്രിതഃ സമർഹണം നോപജഹാര പൂർവവത് നനാമമൂർധ്നാശ്രുവിലോലലോചനഃ സവ്രീഡനീചീനമുഖോ ബഭൂവഃ. സ തത്ര ഹാസീനമുദീക്ഷ്യ സത്പതിം സുനന്ദനന്ദാദ്യനുഗൈരുപാസിതം ഉപേത്യ ഭൂമൗ ശിരസാ മഹാമനാ നനാമമൂർധ്നാ പുളകാശ്രുവിക്ലവഃ. പ്രഹ്ലാദ ഉവാച. ത്വയൈവ ദത്തം പദം ഐന്ദ്രം ഊർജിതം ഹൃതം തദേവാദ്യ തഥൈവ ശോഭനം മന്യേ മഹാനസ്യ കൃതോ ഹ്യനുഗ്രഹോ വിഭ്രംസിതോ യത്ശ്രിയ ആത്മമോഹനാത്. യയാ ഹി വിദ്വാനഭിമുഹ്യതേ യതഃ തൽകോ വിചഷ്ടേ ഗതിമാത്മനോ യത്. തസ്മൈ നമസ്തേ ജഗദീശ്വരായ വൈ നാരായണായ അഖിലലോകസാക്ഷിണി. ശ്രീശുക ഉവാച. തസ്യാനുസൃണ്വതോ രാജൻ പ്രഹ്ലാദസ്യ കൃതഞ്ജലേഃ ഹിരണ്യഗർഭോ ഭഗവാനുവാച മധുസൂദനം. ബദ്ധം വീക്ഷ്യ പതിം സാധ്വീ തൽപത്നീ ഭയവിഹ്വല പ്രാഞ്ജലിഃ പ്രണതോപേന്ദ്രം പ്രഭാഷേ വാങ്മുഖീ നൃപ. വിന്ധ്യാവലിരുവാച. ക്രീഡാർത്ഥമാത്മന ഇദം ത്രിജഗത്കൃതം തേ സ്വാമ്യം തു തത്ര കുധിയോ അപരൈഷ കുര്യുഃ. കർത്തുഃ പ്രഭോസ്തവ കിമസ്യത ആവഹന്തി
त्यक्तह्रियस्त्वदवरोपितकर्तृवादाः ब्रह्मोवाच भूतभावनभूतेश देवदेव जगन्मय मुञ्चैनं हृद सर्वस्वं नायमर्हति निग्रहम् कृष्णातेनेन दत्ता भूः लोकाः कर्मार्जिताश्च ये निवेदितं च सर्वस्वम् आत्मा विक्लवया धिया यल्पादयोरषडदीः सलिलं प्रदाय दूर्वाङ्गुरैरभिविधाय सतीं सपर्या अप्युत्तमां गतिमसौ भजते त्रिलोकीं दाश्वान् अविक्लवमना कदमार्तिमृच्छेत् श्रीभगवानुवाच ब्रह्मण्यम् अनुगृह्णामि तद्विशो विदुनोम्यहं यन्मतः पुरुषस्तब्धो लोकं मां च अवमन्यते यदा कदाचिज्जीवात्मा संसरन् निजकर्मभिः नानायोनिष्वनीशोऽयं पौरुषीं गतिमव्रजेत जन्मकर्मवयोरूपविद्यैश्वर्यधनादिभिः यद्यस्य न भवेत् स्तम्भः तत्रायं मदनुग्रहः मानस्तम्भनिमित्तानां जन्मादीनां समन्ददः सर्वश्रेयः प्रदीपानां हन्तमुह्येन्न मत्परः एष दानवदैत्यानाम् अग्रणीः कीर्तिवर्धनः अजैषीत् अजयां मायां सीतन्नपि न मुह्यति क्षीणरिक्तश्च्युतस्थानात् क्षिप्तो बद्धश्च शत्रुभिः ज्ञातिभिश्च परित्यक्तो यातनाम् अनुयापितः गुरुणा बर्षितः शप्तो जहौ सत्यं न सुव्रतः छलैरुक्तो मया धर्मो नायं त्यजति सत्यवाक् एष मे प्रापितस्थानं दुष्प्रापम् अमरैरपि सावर्णेरन्तरस्यायं भविदेन्द्रो मदाश्रयः तावत् सुतलमध्यास्तम् अध्यास्तां विश्वकर्म विनिर्मितम् यन्नादयो व्यादयश्च क्लमस्तन्द्रा पराभवः नोपसर्गानि वसतां सम्भवन्ति ममेक्षया इन्द्रसेन महाराज याहि भो भद्रमस्तु ते सुतलं स्वर्गिभिः प्रार्थ्यं ज्ञातिभिः परिवारितः न त्वाम् अभिभविष्यन्ति लोकेशा किमुता परे त्वच्छासनादिकान् दैत्यान् चक्रं मे सूदयिष्यति रक्षिष्ये सर्वतोऽहं त्वां सानुगं सपरिच्छदं सदा सन्निहितं वीर तत्र मां द्रक्ष्यते भवान् तत्र दानवदैत्यानां सङ्गाते भावासुरः दृष्ट्वा मदनुभावं वै सद्य कुण्डो विनश्यति। हरि ओमिति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायाम् अष्टमस्कन्धे बलिवामनसंवादो नाम 22तमोऽध्यायः। सर्वत्र गोविन्द नाम संकीर्तनं गोविन्द गोविन्द नारायणाखिल गुरो भगवन्नमस्ते नारायणाखिल गुरो भगवन्नमस्ते നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഓം ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, ഒരിക്കൽ കൂടെ സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. അപ്പോ അഷ്ടമസ്കന്ധത്തിലെ 22-ാം അധ്യായം ആദ്യത്തെ 11 ശ്ലോകങ്ങൾ മഹാബലിയുടെ ഭഗവാനോടുള്ളതായിട്ടുള്ള അപേക്ഷ അല്ലെങ്കിൽ നിവേദനം. മൂന്നാമത്തെ അടി തന്റെ ശിരസിൽ വെക്കാനായിക്കൊണ്ട് ആവശ്യപ്പെടുന്നു. എനിക്ക് നരകത്തെ ഭയമില്ല, എന്റെ സ്ഥാനത്ത് നിന്ന് ഭ്രഷ്ടനായാലും ഞാൻ ഭയപ്പെടുന്നില്ല, പാശബന്ധത്തെ ഭയപ്പെടുന്നില്ല, ഒരിക്കലും തരണം ചെയ്യാൻ കഴിയാത്ത ദുഃഖസാഗരത്തെ ഞാൻ ഭയപ്പെടുന്നില്ല, ധനനഷ്ടത്തെ ഞാൻ ഭയപ്പെടുന്നില്ല, അങ്ങയാൽ നിഗ്രഹിക്കപ്പെടുന്നത് ഭയപ്പെടുന്നില്ല. പക്ഷേ അസാധുവാദാത് വൃഷമുദ്വിജേ,
അസാധുവാദത്തിൽ നിന്ന് ഞാൻ നല്ലതുപോലെ ഭയപ്പെടുന്നു. ഇനി അങ്ങയെ പോലെയുള്ളൊരു മഹാത്മാവിൽ നിന്ന്, ഈശ്വരനിൽ നിന്ന് തന്നെ ദണ്ഡം കിട്ടിയത് എനിക്ക് ഭൂഷണമായിട്ടേ ഞാൻ കരുതുന്നുള്ളൂ. അത് എനിക്ക് അപമാനമല്ല. നിനക്ക് അപമാനമല്ലേ ഇങ്ങനെയുള്ളതെന്ന് ചോദിച്ചാൽ ഒരിക്കലും അപമാനമേ അല്ല എന്ന് എനിക്കറിയാം. അങ്ങ് എന്നെ രക്ഷിക്കാൻ എൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്തതായിട്ടുള്ള ദണ്ഡമാണ്. അങ്ങ് അർഹത്തമനാണ്. അങ്ങയാൽ ചെയ്യപ്പെടുന്നതായിട്ടുള്ള ദണ്ഡം അത് ഭൂഷണമാണ്. അങ്ങ് അസുരന്മാരുടെ പരോക്ഷമായി പ്രവർത്തിക്കുന്ന ആകുന്നു. ഈ ശുക്രാചാര്യരെക്കാൾ അങ്ങ് ഞങ്ങൾക്ക് നന്മ ചെയ്യുന്ന ഗുരുവാകുന്നു അല്ലേ? കാരണം അനേക മതാന്തന്മാരായ ഞങ്ങൾക്ക് ഈ ഭ്രംശമുണ്ടായിട്ട് കണ്ണ് തുറപ്പിച്ചു, വിവേകം ജനിപ്പിച്ചു, ഈ ലോക സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കിച്ചു. അതുകൊണ്ട് അങ്ങാണ് യഥാർത്ഥ ഗുരു. അങ്ങനെയുള്ള അങ്ങയുടെ നേരെ വൈരം വെച്ചുകൊണ്ട് എൻ്റെ പൂർവീകന്മാരായ ഹിരണ്യാക്ഷ ഹിരണ്യകശിപുക്കളൊക്കെ സിദ്ധിയെ പ്രാപിച്ചു. ഭക്തന്മാർ ഏതൊരു സിദ്ധിയെ പ്രാപിക്കുന്നുവോ അതേ സിദ്ധി തന്നെ അവരും ഒക്കെ പ്രാപിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങയെ ഏതെങ്കിലും രീതിയിൽ സ്മരിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. അപ്പോ അങ്ങയാലാണ് ഞാൻ ബദ്ധനസ്ഥരായിരിക്കുന്നത്, വരുണപാശത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വ്രീഡയുമില്ല, ലജ്ജയും ഇല്ല, അല്ലെങ്കിൽ വ്യതയുമില്ല. വ്രീഡ ലജ്ജ തന്നെയാണ്. വ്രീഡയും വ്യതയുമില്ല. ന വ്രീഡേ ന വ്യതേ ന അതിവ്രീഡേ ന വ്യതേ. എന്റെ പിതാമഹൻ അങ്ങേക്ക് വളരെ പ്രിയപ്പെട്ടവനാകുന്നു. എല്ലാവരാലും സാധുവാദം അംഗീകരിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ശത്രുവായ അച്ഛനാൽ ഹിംസിക്കപ്പെട്ടിട്ടും അച്ഛനാൽ ഉപദ്രവിക്കപ്പെട്ടിട്ടും അദ്ദേഹം അങ്ങയെ തന്നെ ശരണം പ്രാപിച്ചു. അദ്ദേഹം ചിന്തിച്ചത് ഇങ്ങനെയാണ്: ഈ ദേഹം കൊണ്ട് എന്ത് കാര്യം? കാരണം അന്തതഃ യോ ജഹാദി, അവസാനം വെടിഞ്ഞു പോകാനുള്ളതാണ് ഈ ശരീരം. അപ്പൊ ഇതിനെ കെട്ടിപ്പിടിച്ചിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇനി അവനവന്റെ ധനത്തെ അപഹരിക്കുന്ന ബന്ധുജനങ്ങൾ, മക്കൾ മുതലായവരെ കൊണ്ട് എന്ത് കാര്യം? അവരൊക്കെ ശത്രുക്കളാണ് വാസ്തവത്തില്. സംസാരഹേതുഭൂതയായ ഭാര്യയെ കൊണ്ട് എന്ത് കാര്യം? ഗൃഹങ്ങളെ കൊണ്ട് എന്ത് കാര്യം? എല്ലാം ആയുസ്സിനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ബന്ധനങ്ങൾ മാത്രമാണ്, ഭാരങ്ങൾ മാത്രമാണ്. അപ്പൊ അതിനെയൊന്നും വിലവെക്കാതെ ഇത്തംസ നിശ്ചിത്യ പിതാമഹോ മഹാൻ അഗാധബോധോ ഭവതഃ പാദപത്മം ധ്രുവം പ്രഭേദേ. ധ്രുവമായ ശാശ്വതമായ അങ്ങയുടെ പാദപത്മത്തെയാണ് എന്റെ പിതാമഹൻ ശരണം പ്രാപിച്ചത്. അതാണ് അകുതോഭയം, ഒരിടത്തുനിന്നും ഭയമില്ലാത്ത സ്ഥാനം. അപ്പോ സ്വന്തം ബന്ധുക്കളെ ഹനിക്കുന്നവനാണ് അങ്ങ്. എന്നിട്ടും അങ്ങയെ തന്നെ സത്തമനായ പ്രഹ്ലാദൻ മറ്റു ബന്ധുജനങ്ങളിൽ നിന്നും അവരോടുള്ളതായിട്ടുള്ള ആസക്തിയിൽ നിന്നും മമതയിൽ നിന്നുമെല്ലാം ഭീതനായിട്ട് അദ്ദേഹം അങ്ങയെ തന്നെ ശരണം പ്രാപിച്ചു. അതുകൊണ്ട് ദൈവത്താൽ അഥവാ ഈശ്വര കാരുണ്യത്താൽ, അല്ലെങ്കിൽ എന്റെ വിധിവശാൽ, എന്റെ പ്രാരബ്ധവശാൽ, ഏതോ സുഹൃതം കൊണ്ട് ഞാനിപ്പോ അങ്ങയുടെ അടുത്തേക്ക് വലിച്ചഴക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ സ്ത്രീയും നഷ്ടപ്പെട്ടവനായിരിക്കുന്നു. ഈ ജീവിതം വാസ്തവത്തിൽ യമന്റെ അടുത്ത് വർത്തിക്കുന്നതാണെന്ന് സ്തബ്ധമതികളൊന്നും അറിയുന്നില്ല. അധ്രുവമാണ് ഈ ശരീരവും ഈ ജീവിതവും. അതിനെ വലുതായിട്ട് കരുതേണ്ടതില്ല. അങ്ങയെയാണ് ആശ്രയിക്കേണ്ടത്. ഇത് സ്തബ്ധമതികൾ, അഹങ്കാരികളായിട്ടുള്ള ആളുകൾ അറിയുന്നില്ല. അവർക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല. അപ്പൊ എന്തായാലും എന്നെ ചിന്തിപ്പിച്ചത് ഈ സ്ഥാനഭ്രംശം, എന്റെ സർവസ്വവും അങ്ങ് അപഹരിച്ചതിലൂടെയാണ് ഞാൻ സത്യം അറിഞ്ഞത്. ഇപ്പോ ഞാൻ പൂർണ്ണമായിട്ടും എന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്റെ ശിരസിൽ കാലുവെച്ച് അനുഗ്രഹിച്ചാലും എന്ന് മഹാബലി പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഭഗവാൻ പാദം വെച്ച് അനുഗ്രഹിക്കുന്നതായിട്ടോ ഒന്നും എവിടെയും കാണില്ല. ഭാഗവതത്തിൽ ഒട്ടുമില്ല, മറ്റു പുരാണങ്ങളിലും ഇല്ല. ഭഗവാൻ കാല് വെച്ചു എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല. നോക്കാം നമുക്ക്. നമ്മൾ അക്ഷരം പ്രതി വായിക്കണ്ടല്ലോ, എവിടെയെങ്കിലും പറയണ്ടോ നോക്കി പറയും. എനിക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കാണിച്ചു തരും വേണം. ശ്രീശുകവാച തസ്യേത്തം ഭാഷമാണസ്യ
പ്രഹ്ലാദോ ഭഗവത്പ്രിയഃ ആജഗാമ കുരുശ്രേഷ്ഠ രാഗാപതിരിവോത്ഥിതഃ. ശ്രീശുക ഉവാച തസ്യേത്തം ഭാഷമാണസ്യ പ്രഹ്ലാദോ ഭഗവത്പ്രിയഃ ആജഗാമ കുരുശ്രേഷ്ഠ രാഗാപതിരിവോത്ഥിതഃ. സുഖബ്രഹ്മർഷി തുടരുകയാണ്. തസ്യ ഇത്തം ഭാഷമാണസ്യ. തസ്യ എന്ന് പറയുമ്പോ അവൻ, ആരാണ് അവൻ? മഹാബലി. ഇത്തം ഭാഷമാണസ്യ, ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കെ. സപ്തമി അർത്ഥത്തില് ഷഷ്ടി പ്രയോഗിച്ചിരിക്കുകയാണ്. സതിസപ്തമി എന്ന് പറയുന്ന പ്രയോഗമുണ്ടല്ലോ. തസ്മിൻ ഭാഷമാണേ സതി എന്നുള്ള പ്രയോഗമാണ്. അവനിങ്ങനെ ഭാഷണം ചെയ്തുകൊണ്ടിരിക്കെ, ആ അർത്ഥത്തില് ഇവിടെ ഷഷ്ടി പ്രയോഗിച്ചിരിക്കുന്നു. തസ്യ ഇത്തം ഭാഷമാണസ്യ, അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രഹ്ലാദോ ഭഗവത്പ്രിയഃ ആജഗാമ. ഹേ കുരുശ്രേഷ്ഠ, അല്ലയോ കുരുവംശത്തിലെ ശ്രേഷ്ഠനായ പരീക്ഷിത് രാജാവേ, ഭഗവത്പ്രിയഃ പ്രഹ്ലാദഃ ആജഗാമ. ഭഗവാന് പ്രിയങ്കരനായ ഭാഗവതോത്തമനായ പ്രഹ്ലാദൻ, മഹാബലിയുടെ പിതാമഹൻ, അവിടേക്ക് ആഗമിച്ചു. തന്റെ പൗത്രൻ ഭഗവാന്റെ മുമ്പിൽ അഹങ്കാരം കാണിക്കുകയും ഭഗവാനെ എന്താ പറയുക, കുറച്ചൊന്ന് ഭഗവാന് പണി കൊടുക്കുകയും ചെയ്തു. അതില് ഭഗവാനോട് ക്ഷമാപണം ചെയ്യാൻ വേണ്ടി വരികയാണ്. അതോടൊപ്പം തന്റെ പൗത്രനോടുള്ള വാത്സല്യം കൊണ്ട് പൗത്രനെ അനുഗ്രഹിക്കാനും. പൗത്രൻ മോശക്കാരനൊന്നുമല്ല, നന്മകളെല്ലാമുള്ള ആള് തന്നെയാണ്. അറിവില്ലായ്മ കൊണ്ടുള്ള അവിവേകം, അഹങ്കാരം അതിപ്പോ ശമിച്ചു. അപ്പൊ അവനെ അനുഗ്രഹിക്കാനായിട്ടും മുത്തശ്ശന്റെ വരവാണ്. അപ്പൊ ആജഗാമ ഏതുപോലെ? രാഗാപതിഹി ഇവ ഉത്തിതഃ. ഉത്തിതഃ രാഗാപതിഹി ഇവ. രാഗാപതി എന്ന് പറഞ്ഞാൽ, രാഗ എന്ന് പറഞ്ഞാൽ പൗർണമിയുടെ പര്യായമാണ്. അപ്പൊ രാഗാപതി എന്ന് പറഞ്ഞാലോ, ഈ ഓരോ തിഥിക്കും ഓരോ ദേവതകളുണ്ട്, ആ ദേവതകളുടെ പേരുകളുണ്ട്. അമാവാസിക്ക് സിനിവാലി എന്നുള്ളതായിട്ടുള്ള ദേവതയാണ്. അപ്പോ ഇവിടെ രാഗ എന്നുള്ളത് പൗർണമി. അപ്പൊ രാഗാപതിയോ പൗർണമി ചന്ദ്രൻ, പൂർണ്ണചന്ദ്രൻ. ഉത്തിതഃ പൂർണ്ണചന്ദ്ര ഇവ, അതാണ് രാഗാപതിരിവ ഉത്തിതഃ. ഉദിച്ചു വരുന്ന പൂർണ്ണചന്ദ്രനെ പോലെ ആ പ്രഹ്ലാദൻ വരികയാണ്. ശരിക്കും ഭഗവാന്റെ അവതാരം വർണ്ണിക്കുന്നത് പോലെയാണ് ഇവിടെ സുഖബ്രഹ്മർഷി പ്രഹ്ലാദന്റെ വരവിനെ വർണ്ണിച്ചിരിക്കുന്നത്. നോക്കാം, അപ്പൊ അത്ര ശ്രേഷ്ഠനാണ് പ്രഹ്ലാദൻ എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. നമ്മള് ഭഗവാൻ കൃഷ്ണചന്ദ്രൻ അവതരിച്ചപ്പോ ഇതുപോലെയല്ലേ പറഞ്ഞത്, അല്ലേ? നിശീതേ തമോദ്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയഃ ആവിരാസി യഥാ പ്രാച്യാം ദിശി ഇന്ദുരിവ പുഷ്കലഃ. പുഷ്കലഃ ഇന്ദുഹു ഇവ. പൂർണ്ണചന്ദ്രൻ കിഴക്ക് ദിക്കിൽ ഉദിച്ചു വരും പോലെ ആ ദേവരൂപിണിയായ ദേവകിയിൽ നിന്ന് ആ രാത്രി, അർദ്ധരാത്രിയില് ഭഗവാൻ ഉദിച്ചു വന്നു എന്ന് പറഞ്ഞുവല്ലോ. അതേ രീതിയിലാണ് പ്രഹ്ലാദനെയും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പ്രഹ്ലാദൻ എന്ന ഭാഗവതോത്തമന് ഭാഗവതം കൊടുക്കുന്ന മര്യാദ, ശ്രീശുക ബ്രഹ്മർഷി കൊടുക്കുന്ന മര്യാദ, വ്യാസൻ കൊടുക്കുന്ന മര്യാദ, അതാണ് ഇവിടെ കാണുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ശ്ലോകവും എന്താണ്? തമത്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശങ്കഗദാര്യുദായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോഗ സൗഭഗം മുതലായിട്ടുള്ള ഭഗവാനെ വർണ്ണിക്കും പോലെ അടുത്ത ശ്ലോകത്തില് പ്രഹ്ലാദനെ വർണ്ണിക്കുന്നു. അപ്പൊ ഭഗവത് ഭക്തന്മാർ, ഭാഗവതോത്തന്മാർ ഭഗവാനെ ഭജിച്ചു ഭജിച്ച് ഭഗവത് സ്വരൂപികളായി തീരുന്നു. അങ്ങനെയുള്ള ഭാഗവതന്മാരുടെ കഥയുമാണ് ഭാഗവതം. ഉത്തമ ഭക്തനാണ് പ്രഹ്ലാദൻ. അതുകൊണ്ട് പ്രഹ്ലാദൻ ഇറങ്ങി വന്നതിനെ അത്രയും മനോഹരമായിട്ട് വർണ്ണിച്ചിരിക്കുകയാണ്. തമിന്ദ്രസേനഃ സ്വപിതാമഹം ശ്രിയാ വിരാജമാനം നളിനായ തേക്ഷണം പ്രാംശും പിശങ്കാംബരമഞ്ജനത്വിഷം പ്രലംബബാഹും സുഭഗം സമൈക്ഷത. അവിടെ വസുദേവ ഐക്ഷത, വസുദേവൻ കണ്ടു എന്ന് ശ്രീകൃഷ്ണാവതാരത്തിൽ പറയുന്നത് പോലെ ഇവിടെ സമൈക്ഷത, നന്നായി കണ്ടു. മഹാബലി കണ്ടു. ആരെ കണ്ടു? ഇന്ദ്രസേന എന്ന് പറയുന്നുണ്ട്. ഇന്ദ്രസേന മഹാബലി. അപ്പൊ മഹാബലി ആരെ കണ്ടു? സ്വപിതാമഹനെ കണ്ടു. തമിന്ദ്രസേന സ്വപിതാമഹം ശ്രിയാ വിരാജമാനം
നളിനായ ദക്ഷണം പ്രാംശും പിശങ്കാംബരം അഞ്ജനത്വിഷം പ്രലംബബാഹും സുഭഗം സമൈക്ഷത. അപ്പോ തം സ്വപിതാമഹം ഇന്ദ്രസേന സമൈക്ഷത, അത്രേ പറയേണ്ടതുള്ളൂ. തം സ്വപിതാമഹം, ആ തന്റെ പിതാമഹനെ ഇന്ദ്രസേന സമൈക്ഷത, സമൈക്ഷത സമ്യകീക്ഷത, നന്നായി കണ്ടു. ആരെ കണ്ടു? സ്വപിതാമഹം. ആര് കണ്ടു? ഇന്ദ്രസേന. ഇന്ദ്രസേനാണ് ഇവിടുത്തെ കർത്താവ്, കാണുന്ന ആള്. ആരാ ഇന്ദ്രസേനൻ? മഹാബലിയുടെ മറ്റൊരു പേര് പറഞ്ഞു മുമ്പേ തന്നെ. ഇന്ദ്രസേനൻ എന്ന പേരുള്ളവനാണ് മഹാബലി. അപ്പൊ ആ ഇന്ദ്രസേനൻ, ഇന്ദ്രന് തുല്യ പരാക്രമിയായിരിക്കുന്ന ഇന്ദ്രനെ പോലെ ആജ്ഞാശക്തിയുള്ളവൻ, ലോകം മുഴുവൻ കീഴടക്കിയിട്ടുള്ളവൻ, 100 അശ്വമേധയാഗം ചെയ്തിട്ടുള്ളവൻ, അതുകൊണ്ട് ഇന്ദ്രതുല്യൻ തന്നെയായിരിക്കുന്ന ആ മഹാബലി തന്റെ പിതാമഹനെ കണ്ടു. അപ്പോ എങ്ങനെയുള്ള പിതാമഹനെ? അതാണ് വിശേഷണങ്ങള്. ശ്രിയാവിരാജമാനം നളിനായ രക്ഷണം പ്രാംശും പിശങ്കാംബരം അഞ്ജനത്വിഷം പ്രലംബബാഹും സുഭഗം. 7 വിശേഷണങ്ങളെ കൊണ്ടാണ് പ്രഹ്ലാദനെ വർണ്ണിച്ചിരിക്കുന്നത്. എങ്ങനെയുള്ള ആള്? ശ്രിയാവിരാജമാനം. ശ്രീ എന്നാൽ ഇവിടെ ശോഭ, കാന്തി, ഐശ്വര്യം, എല്ലാ തരത്തിലുള്ള തേജസ്സോടും കൂടി വിരാജിക്കുന്നവൻ. വിരാജമാനം, നല്ലതുപോലെ കാന്തി കൊണ്ട് ശോഭിക്കുന്നവനും. നളിനായ ദക്ഷണം, ഭഗവാനെ പോലെ തന്നെ വികസിച്ച താമരദളം പോലെയുള്ള കണ്ണോടുകൂടിയവൻ, താമരക്കണ്ണൻ. അതുപോലെ പ്രാംശും, പ്രാംശു എന്ന് പറഞ്ഞാൽ വളരെ ഉയരമുള്ളവൻ എന്നാണ് അർത്ഥം. നല്ല ദീർഘകായൻ, ഉയരമുള്ളവരെയാണ്. വാമനന്റെ ഓപ്പോസിറ്റാണ് പ്രാംശു. അപ്പൊ നല്ല ദീർഘകായനായിട്ടുള്ളവനും. പിശങ്കാംബരം, പിശങ്കാംബരം മഞ്ഞപ്പട്ടുടുത്തവനും. പിശങ്കം പട്ടാണ്, അമ്പരം വസ്ത്രം, അത് മഞ്ഞപ്പട്ട് ഉടുത്തിരിക്കുന്നവനും. അഞ്ജനത്വിഷം, ഭഗവാനെ പോലെ തന്നെ കറുത്ത വർണ്ണമാണ്. അഞ്ജനം, അഞ്ജനക്കല്ല് പോലെ തിട്ട് എന്ന് പറഞ്ഞാൽ ശോഭയാണ്. അപ്പൊ ശോഭയോട് കൂടിയവൻ അഞ്ജനത്വിഷം, അഞ്ജനം പോലെ ശോഭിക്കുന്നവനും. പ്രലംബബാഹും, നല്ല നീണ്ട കൈകളോട് കൂടിയവനും. പ്രകർഷേണ ലംബമായി, ലംബം എന്ന് പറഞ്ഞാൽ തൂങ്ങിക്കിടക്കുന്നത്, നീണ്ടുകിടക്കുന്നത് എന്നർത്ഥം. അങ്ങനെയുള്ള ബാഹുക്കൾ, ദീർഘബാഹുക്കളോടുകൂടി, ആജാനുബാഹു എന്ന് പറയുന്ന പോലെ നീണ്ട കൈകളും. സുഭഗം, സുഭഗം എല്ലാ സൗന്ദര്യ ലക്ഷണങ്ങളും തികഞ്ഞിരിക്കുന്നവനുമായിട്ടുള്ള ആ പിതാമഹനെ, തന്റെ പിതാമഹനെ ഐക്ഷത ദർശിച്ചു. ആര് ദർശിച്ചു? ഇന്ദ്രസേന, ഇന്ദ്രസേനൻ എന്നറിയപ്പെടുന്ന മഹാബലി ദർശിച്ചു. അപ്പൊ ആ എന്താ പറയാ, പ്രഹ്ലാദന്റെ മഹത്വത്തെ ഇവിടെ ശ്രീശുക ബ്രഹ്മർഷി വളരെ മനോഹരമായിട്ട് വർണ്ണിച്ചിരിക്കുന്നു. ശ്രീശുക ബ്രഹ്മർഷി വരുമ്പോ സൂതമഹാശയൻ ഇങ്ങനെ തന്നെയാ വർണ്ണിച്ചത് അല്ലേ? പ്രഥമസ്കന്ധത്തിൽ 18-ാം അധ്യായത്തില് ശുകാഗമനം ഏകദേശം ഇതൊക്കെ പോലെ തന്നെയാ വർണ്ണിച്ചപ്പോ ഇവരൊക്കെ ഒരേപോലെ ഇരിക്കും കണ്ടാൽ. ഭഗവാന്റെ പാർഷദന്മാർ, ഭാഗവതോത്തമന്മാരൊക്കെ ഭഗവാനെ ധ്യാനിച്ച് ഭഗവാനുമായി താദാത്മ്യം പ്രാപിച്ച് ഭഗവത് സ്വരൂപികളായി തീർന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് അവരുടെ ലക്ഷണങ്ങളൊക്കെ. നമ്മൾ ആരെ ധ്യാനിക്കുന്നുവോ അവരെ പോലെയായി തീരും അല്ലേ? പുഴു വേട്ടാവളിയനെ ധ്യാനിച്ച് വേട്ടാവളിയനായി തീരുന്നത് പോലെ കീടകോ ഭ്രമരം ധ്യായൻ ഭ്രമരത്വായ കൽപ്പതേ. കീടകം ഭ്രമരത്തെ ധ്യാനിച്ച് ഭ്രമരത്വത്തെ പ്രാപിക്കുന്നു എന്നതുപോലെ നമ്മളും യദ്ഭാവഃ തദ്ഭവതി, ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ ഭഗവത് സ്വരൂപികളായി തീരും. ആരെയാണോ നമ്മളെ മനസ്സിൽ നിരന്തരം ധ്യാനിക്കുന്നത് അവരുമായിട്ടൊരു സാരൂപ്യം വരും. എന്തായാലും ചില കുട്ടികളെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ചെറുപ്രായത്തില് അച്ഛനും അമ്മയായിട്ട് യാതൊരു സാമ്യം ഉണ്ടാവില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വളർന്നു വരുമ്പോൾ അവർക്ക് അച്ഛന്റെ അമ്മയുടെയൊക്കെ ലക്ഷണങ്ങൾ തെളിഞ്ഞു വരും. കണ്ട് ധ്യാനിച്ചിട്ടായിരിക്കാം. വളരെ വിലക്ഷണമായിട്ടുള്ള നിറവും അല്ലെങ്കിൽ രൂപവും ഒക്കെ ആയിരിക്കാം. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ സിമിലാരിറ്റികൾ വന്നു തുടങ്ങും, നമുക്ക് കാണാം. അതുപോലെയാണ് ഞങ്ങൾ ഗുരുക്കന്മാരെ ധ്യാനിച്ച് ഗുരുക്കന്മാരെ പോലെ ആയിത്തീരും ശിഷ്യന്മാരെ. പറഞ്ഞിട്ടുണ്ട് ഞാൻ പല പ്രാവശ്യം. ഗുരുവിനെയും ശിഷ്യനെയും കണ്ടാൽ തിരിച്ചറിയില്ല. എല്ലാ താടിക്കാരും ഒരുപോലെ ഇരിക്കും.
എന്തായാലും പ്രഹ്ലാദൻ ഭഗവാനെ ധ്യാനിച്ച് ഭഗവാനെ പോലെ ആയിത്തീർന്നു. തസ്മൈ ബലിർവാരുണപാശയന്ത്രിതഃ സമർഹണം നോപചഹാര പൂർവവത് നനാമമൂർധ്നാശ്രുവിലോലലോചനഃ സവ്രീഡനീചീനമുഖോ ബഭൂവഃ. തസ്മൈ ബലിർവാരുണപാശയന്ത്രിതഃ സമർഹണം നോപജഹാര പൂർവവത് നനാമമൂർധ്നാശ്രുവിലോലലോചനഃ സ്വവ്രീഡനീചീനമുഖോ ബഭൂവഃ. ഇത്ര മനോഹരമായിട്ടാണ് ആ രംഗത്തെ ശുഖബ്രഹ്മർഷി നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത്. നോക്കൂ. തസ്മൈ, ആ പ്രഹ്ലാദനായിക്കൊണ്ട്, ബലിഹി, ആ മഹാബലി എന്തു ചെയ്തു? വാരുണപാശയന്ത്രിതഃ സമർഹണം ന ഉപജഹാര പൂർവവത്. പൂർവവത് സമർഹണം ന ഉപജഹാര. പൂർവവത് എന്ന് പറയുമ്പോ പൂർവം, പണ്ട് മുത്തശ്ശനെ കാണുമ്പോ പ്രഹ്ലാദൻ ബലിയെ കാണാൻ വരുമ്പോൾ എങ്ങനെയൊക്കെയാണോ ആ മുത്തശ്ശനെ എതിരേറ്റ് എല്ലാ ഉപചാരങ്ങളോടും കൂടെ പൂജിക്കുക, അതാണ് ഉപജഹാര എന്നാ ഉപഹരിച്ചു, പൂജിച്ചു എന്നാണ്. സമർഹണം ഉപജഹാര, സമർഹണത്തെ, സമ്യക്കായ അർഹണത്തെ, ശരിയായ പൂജയെ ഉപഹാരമാക്കി ചെയ്തു. ഇവിടെ നോപജഹാര എന്നാണ്, ചെയ്തില്ല. ഏതുപോലെ? പൂർവവത്. എന്തുകൊണ്ട്? വാരുണപാശ യന്ത്രിതഃ. വാരുണപാശ യന്ത്രിതഃ, വരുണപാശങ്ങളാൽ ബന്ധിക്കപ്പെട്ട്, യന്ത്രിതൻ എന്ന് പറഞ്ഞാൽ നിയന്ത്രിതൻ, അങ്കുശം വെച്ച് ആനയെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് പോലെ, അനങ്ങാൻ പറ്റാതെ പിടിച്ച് ബന്ധിച്ചിരിക്കുന്ന ആനയെ പോലെ ഇവിടെ മഹാബലി പാവം വരുണപാശത്താൽ ബന്ധനസ്ഥനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് അനങ്ങാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് മുത്തശ്ശൻ വന്നപ്പോൾ, പിതാമഹൻ വന്നപ്പോൾ അദ്ദേഹത്തെ പൂർവവത് സമർഹണം ന ഉപജഹാര, പണ്ടത്തെ പോലെ എപ്പോഴും ചെയ്യുന്നത് പോലെ പൂജയെ ചെയ്യാനായിക്കൊണ്ട് ശക്തനായില്ല. അതുകൊണ്ട് എന്തു ചെയ്തു? നനാമമൂർധ്ന അശ്രുവിലോലലോചനഃ. അശ്രുവിലോലലോചനഃ, മുത്തശ്ശനെ കണ്ടതായിട്ടുള്ള സന്തോഷാധിക്യം കൊണ്ട് സന്തോഷാശ്രുക്കൾ നിറഞ്ഞു ഒഴുകുകയാണ്. അങ്ങനെ അശ്രുവിലോലലോചനായിട്ട് മൂർധ്നാനാമ, തന്റെ തലയൊന്ന് കുനിച്ചു. മൂർധാവ് കൊണ്ട് പിതാമഹനെ വണങ്ങി. അത്രയും നിവൃത്തിയുള്ളൂ, അനങ്ങാൻ നിവൃത്തിയില്ല, വരുണപാശം കൊണ്ട് ബന്ധനസ്ഥനായതുകൊണ്ട്. അപ്പൊ കണ്ണു നിറഞ്ഞ ആനന്ദാശ്രുക്കളോടുകൂടി പിതാമഹനെ ഒന്ന് ശിരസ്സുകൊണ്ട് നമിച്ചു. സവ്രീഡ നീചീന മുഖോ ബഭൂവഃ. സവ്രീഡ നീചീന മുഖം എന്ന് പറഞ്ഞാൽ സവ്രീഡം, വ്രീഡയോടുകൂടിയത്, ലജ്ജയോടുകൂടിയതായിട്ടുള്ള, നീചീനം എന്ന് പറഞ്ഞാൽ താഴ്ന്നത്, നീചമായത്, നല്ലതുപോലെ കുനിഞ്ഞതായിട്ടുള്ള മുഖത്തോട് കൂടിയിട്ട്. അപ്പൊ മുത്തശ്ശന്റെ നേർക്ക് നോക്കാനൊരു ധൈര്യമില്ല, ലജ്ജയുണ്ട്. മുത്തശ്ശന്റെ പേരിന് ദോഷമുണ്ടാക്കിയോ താൻ എന്നുള്ളൊരു ഭയം. മുത്തശ്ശൻ മഹാഭാഗവതോത്തമൻ, നേരത്തെ തന്നെ ഭഗവാനെ മനസ്സിലാക്കി ഭഗവാനോട് ശരണാഗതി ചെയ്ത ആള്, ഭഗവാന്റെ മുമ്പിൽ ഇങ്ങനെ ബന്ധനസ്ഥനാവേണ്ടി വന്നിട്ടില്ല, തലകുനിച്ച് നിൽക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെയുള്ള മുത്തശ്ശന്റെ പൗത്രനായിട്ടുള്ള താൻ മുത്തശ്ശന് അല്പം വിഷമുണ്ടാക്കിയോ? താൻ കാരണം ഭഗവാന്റെ അപ്രീതി മുത്തശ്ശന്റെ നേർക്ക് ഉണ്ടായിട്ടുണ്ടാവുമോ എന്നുള്ള ശങ്ക മുത്തശ്ശൻ ഉണ്ടായിട്ടുണ്ടാവുമോ? അങ്ങനെയൊക്കെ ചിന്തിക്കാം. പ്രഹ്ലാദൻ ഉണ്ടാവില്ല. പ്രഹ്ലാദന് ഭഗവാൻ കാരുണികനാണെന്ന് അറിയാം, മഹാകാരുണികനാണ് ഭഗവാൻ. ഒരിക്കലും തന്റെ പൗത്രൻ ചെയ്തതായിട്ടുള്ള ഏതെങ്കിലും പ്രവൃത്തിയുടെ ഫലമായിട്ട് തന്നോട് ദേഷ്യപ്പെടേണ്ട ഒരു കാര്യമില്ല എന്ന് പ്രഹ്ലാദന് നല്ലോണം അറിയാം. എങ്കിലും മഹാബലി ചിന്തിക്കും, എന്റെ മുത്തശ്ശന് ഭഗവാന്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ ഞാൻ ഉണ്ടാക്കിയല്ലോ എന്നുള്ള ചിന്തയായിരിക്കാം. എന്തായാലും നേരത്തെയും ഈ മഹാബലി തന്നെ ഭഗവാനെ അധിക്ഷേപിച്ചിട്ടുണ്ട്. ത്വം ബാലോസി ബാലിശമതി സ്വാർത്ഥം പ്രതി അബുദോയത എന്നൊക്കെ, നീ വിഡ്ഢിയാണ്, നീ ബാലനാണ്, ബാലിശമതിയാണ്, നിനക്കൊരു ചുക്കും അറിയില്ല, സ്വന്തം കാര്യം നോക്കാൻ അറിയില്ല. ലോകാനാം ഏകമീശ്വരം മാം ഭജോപി സമാരാധ്യ പദത്രയം വൃണീതേ. ലോകങ്ങൾക്ക് മുഴുവൻ ഏക ഈശ്വരനായ എന്നെ വാക്കുകളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ബഹുമാനിച്ച് പൂജിച്ച് വേറും മൂന്നടി ചോദിക്കുകയോ
നീ വിവരം കെട്ടവനാണ് എന്നൊക്കെ പറഞ്ഞ് ഭഗവാനെ ചീത്തയും വിളിച്ചിട്ടുണ്ട്. ഇതൊക്കെ മുത്തശ്ശൻ അറിഞ്ഞാൽ എന്താ വഴി, എന്തായിരിക്കും മുത്തശ്ശന്റെ സങ്കടം അല്ലേ? അപ്പൊ അതുപോലെ ആ മുത്തശ്ശന്റെ മുമ്പില് ഒരു അപരാധിയെ പോലെ ലജ്ജ കൊണ്ട് അല്പം തല കുനിഞ്ഞാണ് നിൽക്കുന്നത്. കണ്ണുനീര് ധാരയായിട്ട് വരുന്നുണ്ട്, ആനന്ദാശ്രുക്കളാവണം മുത്തശ്ശനെ കണ്ടതായിട്ടുള്ള സന്തോഷം. അപ്പൊ എന്തായാലും അങ്ങനെ തലയും കുനിച്ച് മുത്തശ്ശന്റെ മുമ്പിൽ ബഭൂവ, ഹ ഹ ആശ്ചര്യം, അങ്ങനെ ഭവിച്ചു എന്ന് കവി പറയുന്നുണ്ട്. തസ്മൈ ബലിർ വാരുണപാശയന്ത്രിത സമർഹണം നോപജഹാര പൂർവവത് നനാമമൂർധ്ന അശ്രുവിലോലലോചന സവ്രീഡനീചീനമുഗോ ബഭൂവ സതത്ര ഹാസീനമുദീക്ഷ്യ ഭൂമൗ ശിരസാ മഹാമനാ നനാമമൂർധ്ന പുളകാശ്രുവിക്ലവഃ സതത്ര ഹാസീനമുദീക്ഷ്യ സത്പതിം സുനന്ദനന്ദാദ്യനുഗൈർഉപാസിതം ഉപേത്യ ഭൂമൗ ശിരസാ മഹാമനാ നനാമ മൂർധ്ന പുളകാശ്രുവിക്ലവഃ. ഇവിടെ സഹ എന്ന് പറഞ്ഞത് പ്രഹ്ലാദനെ കുറിച്ച്. അവൻ ആരാണവൻ? പ്രഹ്ലാദൻ എന്ത് ചെയ്തു? തത്ര ആസീനം സുനന്ദനന്ദാദ്യനുഗൈഹി ഉപാസിതം സത്പതിം ഉദീക്ഷ്യ. സത്പതി എന്ന് പറഞ്ഞാൽ എല്ലാ സത്യന്റെയും സത്യത്തിന്റെയും പതി, സത്യസ്വരൂപൻ, സത്യത്തെ രക്ഷിക്കുന്നവൻ. ആ സത്പതിം ഉദീക്ഷ്യ, ഉദീക്ഷ്യ ഒന്ന് നോക്കിയിട്ട്, ആര്? പ്രഹ്ലാദൻ നോക്കിയിട്ട്. എങ്ങനെയുള്ള ഭഗവാനെ? ആസീനം, അവിടെ വസിക്കുന്നവൻ. സുനന്ദനന്ദാദി അനുഗൈഹി ഉപാസിതം, സുനന്ദൻ നന്ദൻ മുതലായിട്ടുള്ള ഭഗവാന്റെ 14 പാർഷദന്മാരുടെ പേര് പറഞ്ഞുല്ലോ. ആ പാർഷദന്മാരാൽ ഉപാസിതം സേവിക്കപ്പെടുന്നവനായി ഇരിക്കുന്ന സത്പതി മുദീക്ഷ്യ, ആ ഭഗവാനെ നോക്കിയിട്ട് മഹാമനാഹ സഹ, മഹാമനസ്വിയായ പ്രസന്ന മനസ്കനായിട്ടുള്ള ആ പ്രഹ്ലാദൻ പുളകാശ്രുവിക്ലവ, പുളകം അശ്രു വിക്ലവം. പുളകം ശരീരത്തിൽ മുഴുവൻ രോമാഞ്ചം, അശ്രു എന്ന് പറഞ്ഞാൽ കണ്ണിൽ നിന്ന് ധാരയായി ഒഴുകുന്ന ആനന്ദാശ്രുക്കൾ, വിക്ലവം എന്ന് പറഞ്ഞാൽ ഒരുതരം വൈക്ലഭ്യം, പാരവശ്യം. അപ്പൊ പുളകവും അശ്രുവും വൈക്ലഭ്യവും മൂന്നും കൂടിയിട്ട് എന്ന് പറയാം. പരവശനായിട്ട്, ഭക്തി പരവശനായിട്ട്, ഭഗവാനോടുള്ളതായിട്ടുള്ള പ്രേമ പരവശനായിട്ട്, വിക്ലവനായിട്ട് ശിരസാ നമൻ, ശിരസാ നനാമ, ശിരസുകൊണ്ട് ഭഗവാന്റെ മുമ്പില് എത്തിയിട്ട് ഉപേത്യ, അടുത്തു വന്നുകൊണ്ട് മൂർധ്ന ഭൂമൗ നനാമ, മൂർധാവ് കൊണ്ട് ഭൂമിയില് നമസ്കാരത്തെ ചെയ്തു. അപ്പൊ ഭഗവാനെ തന്റെ ശിരസ് ഭൂമിയിൽ മുട്ടിച്ചുകൊണ്ട് ഭഗവാനെ വീണ് നമസ്കരിച്ചു പ്രഹ്ലാദൻ എന്നാണ്, ഭക്തിപരവശനായിട്ട്. സതത്ര ഹാസീനമുദീക്ഷ്യ സത്പതിം സുനന്ദനന്ദാദ്യനുഗൈരുപാസിതം ഉപേത്യ ഭൂമൗ ശിരസാ മഹാമനാ നനാമമൂർധ്ന പുളകാശ്രുവിക്ലവഃ. പ്രഹ്ലാദന്റെ ആ ഒരു ഭഗവാനെ കണ്ടതിലുള്ളതായിട്ടുള്ള ആഹ്ലാദം, സന്തോഷം, ഭക്തി, പാരവശ്യം, ഇതൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് ഭഗവാനെ ദണ്ഡ നമസ്കാരം ചെയ്തു. ഇനി പ്രഹ്ലാദന്റെ വാക്കുകളാണ് ഭഗവാനോടുള്ളതായിട്ടുള്ള അപേക്ഷ പോലെ 2 ശ്ലോകങ്ങളെ കൊണ്ട്. പ്രഹ്ലാദ ഉവാച ത്വയൈവ ദത്തം പദമൈന്ദ്രമൂർജിതം ഹൃദം തദേവാദ്യ തഥൈവ ശോഭനം മന്യേ മഹാനസ്യ കൃതോ ഹ്യനുഗ്രഹോ വിഭ്രംസിതോ യത്ശ്രിയ ആത്മമോഹനാത് യയാ ഹി വിദ്വാനപി മുഹ്യത്തെ യതഃ തത്കോ വിചഷ്ടേ ഗതിമാത്മനോ യദാ തസ്മൈ നമസ്തേ ജഗദീശ്വരായ വൈ നാരായണായ അഖിലലോകസാക്ഷിണീ. പ്രഹ്ലാദ ഉവാച ത്വയൈവ ദത്തം പദമൈന്ദ്രമൂർജിതം ഹൃദം തദേവാദ്യ തഥൈവ ശോഭനം മന്യേ മഹാനസ്യ കൃതോ ഹ്യനുഗ്രഹോ വിഭ്രംസിതോ യത്ശ്രിയ ആത്മമോഹനാത്.
ഇപ്പോ പ്രഹ്ലാദൻ ഭഗവാനെ ഒരു തരത്തിലും കുറ്റപ്പെടുത്തുന്നില്ല എന്ന് മാത്രമല്ല, പ്രശംസിക്കുകയാണ് ചെയ്യുന്നത്, സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങ് ചെയ്തത് നന്നായി എന്ന് പറയുകയാണ്. അങ്ങയുടെ എന്താ ചെയ്തത്? അങ്ങ് തന്നെ കൊടുത്തതിനെ അങ്ങ് തന്നെ തിരിച്ചെടുത്തു. കാരണം ഇവൻ അതിന് അർഹതയില്ലാത്തവനായിരുന്നു. അപ്പൊ ഒരു കാലത്ത് അങ്ങ് ഇവന് എല്ലാ ഐശ്വര്യവും കൊടുത്തു. 3 ലോകത്തിന്റെയും ആധിപത്യം അവന്റെ കയ്യിൽ വന്നു ചേർന്നു. പക്ഷേ അങ്ങ് തന്നെ അതിനെ തിരിച്ചെടുത്തു. അത് വളരെ ശോഭനം. തഥായേവ ശോഭനം. അപ്രകാരം തന്നെ വളരെ ഗംഭീരം, വളരെ ശോഭനം എന്നാ പറയണത്. ഇത് ത്വയൈവ ദത്തം പദം ഐന്ദ്രം ഊർജിതം. ഊർജിതം ഐന്ദ്രം പദം ത്വയാ ഏവ ദത്തം. അവന് മുമ്പ് ഊർജിതമായ, വളരെ ശക്തിയോടുകൂടിയ സമൃദ്ധമായതായിട്ടുള്ള ഐശ്വര്യപൂർണമായ ഐന്ദ്രം പദം, ഇന്ദ്രപദവിയെ, ത്രിലോകാധിപത്യത്തെ അങ്ങ് കൊടുത്തു. ത്വയായേവ ദത്തം. അങ്ങയാൽ തന്നെയാണ് നൽകപ്പെട്ടത്. ഈശ്വരാനുഗ്രഹം കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ ഒരു പദവി എത്താൻ കഴിഞ്ഞത്. ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഈശ്വരാനുഗ്രഹം തന്നെയാണ്. ശുക്രാചാര്യരെയും മറ്റ് ബ്രാഹ്മണരെയും വേണ്ട പോലെ സന്തോഷിപ്പിച്ച് അവരുടെ അനുഗ്രഹം കൊണ്ടാണ് അദ്ദേഹത്തിന് അശ്വമേധാദി യാഗങ്ങളൊക്കെ ചെയ്ത് ഇത്രയും വലിയ ശക്തനായി തീരാനും 3 ലോകങ്ങളെയും പിടിച്ചെടുക്കാനും കഴിഞ്ഞത്. ആ ഗുരുക്കന്മാരെ ബഹുമാനിച്ചതുകൊണ്ടാണ്. ഭഗവാന്റെ തന്നെ സനാതന ധർമ്മ നിയമങ്ങളാണത്. ആരാണോ ഗുരുക്കന്മാരെ സന്തോഷിപ്പിക്കുന്നത്, ഗുരുക്കന്മാരെ അനുസരിക്കുന്നത്, അവർക്ക് എല്ലാ അനുഗ്രഹവും എന്റെ ഭാഗത്തു നിന്നുണ്ടാവും. അവരെ ഞാൻ പോലും ഉപദ്രവിക്കുകയില്ല. ഹരൗരുഷ്ടേ ഗുരുസ്ത്രാത ഗുരൗരുഷ്ടേ ന കശ്ചന. ഹരി കോപിച്ചാൽ ഗുരു രക്ഷിക്കും, ഗുരു കോപിച്ചാൽ ആരുമില്ല. ഈ തത്വം, ഈ സനാതനധർമ്മം മനസ്സിലാക്കിക്കൊണ്ട് ആര് ജീവിക്കുന്നുവോ അവരുടെ കൂടെ ഭഗവാനുണ്ട്. അവർക്ക് എല്ലാ ഐശ്വര്യവും ഭഗവാൻ നൽകും. ഗുരുത്വമുള്ളവർക്ക് ഭഗവാൻ സർവ്വ ഐശ്വര്യവും നൽകും. ഇതാണ് പാഠം. അപ്പോ ഇവന് ഊർജിതമായ പദം അവന്റെ കൈക്കരുത്ത് കൊണ്ട് കിട്ടിയതല്ല, അവന്റെ ഏതെങ്കിലും പ്രത്യേക കഴിവുകൊണ്ട് കിട്ടിയതല്ല. അവന്റെ ഗുരുക്കന്മാരോടുള്ളതായിട്ടുള്ള ഭക്തിയും ശ്രദ്ധയും വിനയവും അതുകൊണ്ട് അങ്ങ് അനുഗ്രഹിച്ചു കൊടുത്തതാണ്. അങ്ങയുടെ നിയമപ്രകാരം ത്വയൈവ ദത്തം. അല്ലാതെ ഭഗവാൻ ഏതെങ്കിലും സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയിട്ട് ആധാരം രജിസ്റ്റർ ചെയ്ത് എന്നാ പിടിച്ചോട്ടോ എന്ന് പറഞ്ഞു കൊടുത്തതല്ല ഇവിടുത്തെ അർത്ഥം. അങ്ങനെ അക്ഷരാർത്ഥമല്ല എടുക്കേണ്ടത്. ഈശ്വരാനുഗ്രഹം കൊണ്ട്, ദൈവാനുഗ്രഹം കൊണ്ട് ലഭിക്കപ്പെട്ടതാണ്. അത് തന്നെ ഹൃദം തത് ഏവ അദ്യ. തത് ഏവ അദ്യ ഹൃദം. അത് തന്നെ ഇപ്പോ അങ്ങയാൽ ത്വയായേവ ഹൃദം, അങ്ങയാൽ ഹരിക്കപ്പെട്ടു. അതും തഥായേവ ശോഭനം. മുമ്പ് അങ്ങ് കൊടുത്തതും ശോഭനം, ഇപ്പോ തിരിച്ചെടുത്തതും ശോഭനം. അത് അങ്ങേക്ക് ഭൂഷണം. കൊടുത്തതും അങ്ങയുടെ ഭൂഷണം, തിരിച്ചെടുത്തതും അങ്ങേക്ക് ഭൂഷണം. ബിക്കോസ് അങ്ങാണ് ഈശ്വരൻ. ഈശ്വരന് എന്തുമാവാം. ഈശ്വരനാണ് ഒരാളെ ഒരു സ്ഥാനം കൊടുക്കുന്നതും അത് അർഹതയില്ലാത്തപ്പോൾ അവനിൽ നിന്ന് തിരിച്ചെടുക്കുന്നതും. ഇത് അങ്ങയുടെ മഹത്വത്തെയാണ് ഇത് വെളിപ്പെടുത്തുന്നത്. ഇപ്പൊ ഏത് ലോകത്തിൽ നടക്കുന്ന ഏതൊരു കഥയും ഈശ്വര മാഹാത്മ്യത്തെ വെളിപ്പെടുത്തുന്നതാണ്. അതങ്ങനെ കാണാൻ സാധിക്കണം. എവിടെ ആർക്കൊക്കെ വിജയമുണ്ടാകുന്നുവോ അവർക്കൊക്കെ ആ വിജയം കൊടുക്കുന്നത് ഭഗവാനാണെന്നുള്ള ആ ദർശനം നമുക്കുണ്ടാവണം. എവിടെ ആർക്കൊക്കെ പരീക്ഷണം ഉണ്ടാകുന്നുവോ, പ്രതികൂലമായിട്ടുള്ള ഭാവം ഉണ്ടാകുന്നുവോ അതും ഈശ്വര കാരുണ്യം തന്നെയാണ്, ഈശ്വര നിശ്ചയം തന്നെയാണെന്ന് കാണാൻ കഴിയണം. അങ്ങനെ രണ്ടവസ്ഥയിലും ഹർഷമോ വിഷാദമോ ഇല്ലാതെ ഈശ്വര നിശ്ചയത്തെ സന്തോഷപൂർവം ഉൾക്കൊള്ളാനുള്ളതായിട്ടുള്ള പാകതയാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവേണ്ടത്. എപ്പോഴും ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പ്രസന്നരായിരിക്കാം, ഹാപ്പി ആയിരിക്കാം. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ. ആ പ്രസാദ ബുദ്ധിയുള്ളപ്പോൾ സർവദുഃഖാനാം ഹാനിഹി, ഒരു ദുഃഖങ്ങളും അവനെ ബാധിക്കുന്നില്ല. ആ പ്രസാദം എന്ന് പറയുന്നത്
എന്ത് വരുന്നതും ഭഗവത് പ്രസാദമായി കാണുന്ന ദർശനമാണ്, ആ ബുദ്ധിയാണ്. അതാണ് പ്രസാദം. എല്ലാം ഭഗവാനാണ് തന്നത്, തിരിച്ചെടുക്കുന്നതും ഭഗവാൻ തന്നെയാണ്. തനിക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ നന്മകളും ഈശ്വര കാരുണ്യം കൊണ്ടാണ്. എന്തെങ്കിലും തനിക്ക് വിഷമുണ്ടായിട്ടുണ്ടെങ്കിൽ അതും ഈശ്വരൻ തനിക്ക് തന്നതായിട്ടുള്ള ചില പാഠങ്ങളാണ്, തന്നെ പഠിപ്പിച്ചതാണ്. തന്റെ അഹങ്കാരം ഇല്ലാതാക്കാൻ, തന്റെ തെറ്റിദ്ധാരണകൾ മാറ്റാൻ, അറിവില്ലായ്മ ഇല്ലാതാക്കാൻ ഭഗവാൻ തന്നെ പരീക്ഷിച്ചതാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ഞാനിതാ പാഠം ഉൾക്കൊള്ളുന്നു. എന്റെ ഭാഗത്തുനിന്ന് എന്തോ തെറ്റു പറ്റിയിട്ടുണ്ട്, അതിന്റെ ഒരു പരിണത ഫലമായിട്ടാണ് എനിക്ക് വിഷമിക്കേണ്ടി വന്നത്. ഞാൻ ഇനിയും ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ഈശ്വരന്റെ നിയമങ്ങൾക്കനുസരിച്ച്, ധർമ്മമനുസരിച്ച്, ശാസ്ത്രങ്ങൾക്കനുസരിച്ച്, ഗുരുക്കന്മാർ പറഞ്ഞതനുസരിച്ച് പരമാവധി ജീവിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് ജീവിതത്തിൽ വിഷമം വരുമ്പോൾ ഉണ്ടാവേണ്ടതായിട്ടുള്ളൊരു നിശ്ചയം. സന്തോഷം ഉണ്ടാവുമ്പോഴും വിജയങ്ങൾ ഉണ്ടാവുമ്പോഴും അത് തന്നെ ഓർമ്മിക്കുക, മറക്കാതിരിക്കുക. എനിക്കിപ്പോൾ ഈ വിജയം തന്നത് ഈശ്വരനാണ്. ഇനിയും ഞാൻ ഈശ്വരനെ അനുസരിച്ചുകൊണ്ട്, ഇനിയും അദ്ദേഹം വിജയം തന്നാൽ അതിനെ ഈശ്വര പ്രസാദമായി സ്വീകരിക്കും. എന്റെ കഴിവല്ല, എന്റെ യാതൊരു പൗരുഷം കൊണ്ടും നേടിയതല്ല, ഞാനൊരു നിമിത്തമാത്രം. ഈ ഒരു ബോധം നിരന്തരം നിലനിർത്താൻ ഈ കേൾക്കുന്ന ഭാഗവതം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമുക്ക് ശാന്തി ഉണ്ടാവും, നിരന്തര ശാന്തി ഉണ്ടാവും. അപ്പോ ത്വയൈവ ദത്തം പദം ഐന്ദ്രമൂർജിതം ഹൃദം തദ് ഏവ അദ്യ തഥായേവ ശോഭനം. രണ്ടും ശോഭനം, തഥായേവ അപ്രകാരം തന്നെ ശോഭനം. പറയണു മന്യേ മഹാൻ അസ്യ കൃതോ ഹി അനുഗ്രഹോ. അഹം മന്യേ, ഞാൻ കരുതുന്നു. എന്ത്? അസ്യ മഹാൻ അനുഗ്രഹ കൃത ഇതി. അസ്യ, എന്റെ പൗത്രന്, ഇവന് മഹാൻ അനുഗ്രഹ കൃത, മഹത്തായ അനുഗ്രഹമാണ് അന്ന് ചെയ്തത്. എന്താ വലിയ അനുഗ്രഹം ചെയ്തത്? വിഭ്രംസിതോ യശ്രിയ ആത്മമോഹനാത്. അതാണ് അനുഗ്രഹം ചെയ്തത്. ആത്മമോഹനാത് ശ്രിയ വിഭ്രംസിത. ആത്മമോഹനാത് ശ്രിയ വിഭ്രംസിത. ആത്മമോഹനം എന്ന് പറഞ്ഞാൽ തന്നെ മോഹിപ്പിക്കുന്നത്, മൂഢനാക്കുന്നത്, ഇൻടോക്സിക്കേറ്റഡ് ആക്കുന്നത്, ചിന്തിക്കാനുള്ള ശേഷിയെ നഷ്ടപ്പെടുത്തുന്നത്. എന്താണ്? ശ്രീ, ഐശ്വര്യം, ധനം, സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, വിജയം, അതാണ് ശ്രീ. അപ്പൊ ശ്രീ എന്ന് പറഞ്ഞാൽ സർവസ്വവും പെട്ടു. എല്ലാ വിജയവും, എല്ലാ ഐശ്വര്യവും, എല്ലാ സമ്പത്തും, എല്ലാ സ്ഥാനമാനങ്ങളും എല്ലാം തന്നെ എങ്ങനെയുള്ളതാണ്? ആത്മമോഹനാത്. അവനവനെ മോഹിപ്പിക്കുന്നതാണ്, മൂഢനാക്കുന്നതാണ്. മോഹനം എന്ന് പറഞ്ഞാൽ തന്നെ ബുദ്ധിയെ മതിപ്പിക്കുന്നത്, ഇൻടോക്സിക്കേറ്റഡ് ആക്കുന്നത്, ബുദ്ധിക്ക് മതമുണ്ടാക്കുന്നത്. അതാണ് ആത്മമോഹനം. മോഹശബ്ദത്തിൽ നിന്നാണ് മൂഢശബ്ദം ഉണ്ടാവുന്നത്. മുഹുധാതുവിന്റെ രൂപമാണ് മൂഢത. നല്ലോണം മോഹിച്ചവനാണ് മൂഢൻ. അപ്പൊ എന്തായാലും ആത്മമോഹനാത് ശ്രിയ വിഭ്രംസിത. ഇവൻ വിഭ്രംസിക്കപ്പെട്ടു, വിഭ്രംസിതനാക്കപ്പെട്ടു. ആരാൽ? അങ്ങയാൽ. അതാണ് കേമായത്, അതാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായത്, അതാണ് അവന് ചെയ്ത മഹത്തായ അനുഗ്രഹം. അപ്പോ മഹാൻ അനുഗ്രഹോ അസ്യ കൃതഃ ഇതി മന്യേ, ഞാൻ കരുതുന്നു. ഈ ഒരു ശ്ലോകം ശരിക്കും അക്ഷരാർത്ഥം മുഴുവൻ വായിക്കാതെ പലരും വന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നില്ലേ പ്രഹ്ലാദൻ അങ്ങ് ഇവനെ അനുഗ്രഹിച്ചു, അവന്റെ തലയിൽ കാല് വെച്ച് അവനെ അനുഗ്രഹിച്ചു എന്നല്ലേ അതിന്റെ അർത്ഥം? ഇവിടെ എവിടെയാ പറഞ്ഞിട്ടുള്ളത്? എവിടെ ഇതിൽ തലയിൽ കാല് വെച്ച് അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത്? ആത്മമോഹനാത് ശ്രിയ വിഭ്രംസിത. അതാണ് കാരണം പറഞ്ഞത്. തന്നെ മോഹിപ്പിക്കുന്ന, മൂഢനാക്കുന്നതായിട്ടുള്ള ഐശ്വര്യത്തിൽ നിന്ന് അവനെ വിഭ്രഷ്ടനാക്കി, ഭ്രഷ്ടനാക്കി എന്നുള്ളതാണ് അങ്ങ് ചെയ്ത ഏറ്റവും നല്ല അനുഗ്രഹം, ഉത്തമമായിട്ടുള്ള കാര്യം. അല്ലാതെ തലയിൽ കാല് വെച്ചിട്ടൊന്നുമില്ല. മുഴുവൻ നല്ലോണം പദം പിരിച്ച് അക്ഷരങ്ങൾ വ്യക്തമായി വായിച്ച് അർത്ഥം മനസ്സിലാക്കണം.
അപ്പൊ ഒരു കൺഫ്യൂഷനും ഇല്ല, ഇവിടെ എവിടെയും കാല് വെച്ചിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും പരമമായിട്ടുള്ള അനുഗ്രഹമാകുന്നു. ത്വയൈവ ദത്തം പദം ഐന്ദ്രമൂർജിതം ഹൃതം തദേവാദ്യ തഥൈവ ശോഭനം മന്യേ മഹാനസ്യ കൃതോ ഹ്യനുഗ്രഹോ വിഭ്രംസിതോ യശ്രിയ ആത്മമോഹനാത് യയാ ഹി വിദ്വാനഭിമുഹ്യത്തെ യദഃ തത്കോ വിചഷ്ടേ ഗതിമാത്മനോ യദാ തസ്മൈ നമസ്തേ ജഗദീശ്വരായ വൈ നാരായണായ അഖില ലോക സാക്ഷിണേ. ആ സ്ത്രീയെ കുറിച്ച് പറഞ്ഞതിനെയാണ് തുടർന്ന് പറയുന്നത്. യയാഹി, യയാ എന്ന യാതൊന്നിനാൽ, യാതൊരു വളാൽ, യാതൊരു സ്ത്രീയാൽ. സ്ത്രീലിംഗ ശബ്ദമാണ് യയാ എന്നുള്ളത്. പുല്ലിംഗ ശബ്ദമായിരുന്നെങ്കിൽ യേന. ഇവിടെ ഇപ്പൊ യയാ ശ്രീയാ എന്നർത്ഥം. ഏതൊരു സ്ത്രീ കൊണ്ടാണ് ഹി എന്തെന്നാൽ വിദ്വാനഭിമുഖ്യത്തെ, നല്ല വിദ്വാൻമാർ പോലും, പണ്ഡിതന്മാർ പോലും, അറിവുള്ളവർ പോലും, മുഖ്യത്തെ ജ്ഞാനിനാം അഭിചേതാംസി ദേവി ഭഗവതി ഹിസ ബലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി. അപ്പൊ ധനം വന്നു കഴിയുമ്പോൾ വിദ്വാൻമാർ പോലും മൂഢരായിത്തീരും, മോഹിതരായിത്തീരും. യയാഹി വിദ്വാനഭിമുഖ്യത്തെ യതഃ തത്കോ വിചഷ്ടേ ഗതിമാത്മനോ യഥാ. അതിനെക്കുറിച്ച് തത് ആത്മനഃ ഗതിം, ആത്മാവിന്റെ തത്വത്തെ യഥാ കഹ വിചഷ്ടേ, ഏതൊരുവനാണ് അറിയുന്നത്. കോ വിചഷ്ട എന്ന് പറഞ്ഞാൽ ആരറിയുന്നു, ആര് കാണുന്നു. എന്ത്? ആത്മനഃ ഗതിം, ആത്മാവിന്റെ സ്വരൂപത്തെ കുറിച്ച്. തത് എന്ന് പറഞ്ഞാൽ തസ്മാത് എന്നർത്ഥമാണ്. തത് കോ വിചഷ്ടേ, അതുകൊണ്ട് ആരറിയുന്നു. ആത്മനഃ ഗതിം യഥാ, ആത്മാവിന്റെ ഗതി യഥാതഥമായിട്ട്, ആത്മാവിന്റെ സ്വരൂപം എങ്ങനെയുള്ളതാണെന്ന് ആരറിയുന്നു. എന്തുകൊണ്ട്? മുഹ്യതേ, മുമ്പ് പറഞ്ഞതായിട്ടുള്ള ഐശ്വര്യ മതം കൊണ്ട് മോഹിതനായിട്ടുള്ളവർക്ക് ആത്മാവിന്റെ ഗതിയെ ചിന്തിക്കാനാവില്ല. നശ്വരമായതിൽ ഭ്രമിക്കുന്നവർക്ക് എങ്ങനെയാണ് അനശ്വരമായതിനെ കാണാൻ കഴിയുക? അസത്തായ വസ്തുക്കളിൽ രമിച്ചിരിക്കുന്നവർക്ക് എങ്ങനെയാണ് സത്യത്തെ ദർശിക്കാൻ കഴിയുക? ഉപരിപ്ലവമായിരിക്കുന്ന കാര്യങ്ങളിൽ ഭ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആഴത്തിലുള്ള വസ്തുക്കളെ എങ്ങനെ കാണാൻ കഴിയും? അതാണ് ഇവിടെ തത് കോ വിചഷ്ടേ, അതുകൊണ്ട് ആരറിയുന്നു. ഏത്? ആത്മനഃ ഗതിം, ആത്മാവിന്റെ സ്വരൂപത്തെ യഥാതഥമായിട്ട് ആരറിയുന്നു. എന്തുകൊണ്ട്? മോഹിതനാവുന്നത് കൊണ്ട്. ശ്രീയാ മോഹിതനായിട്ട് വിദ്വാനഭി മോഹ്യതേ, അതുകൊണ്ട് വിദ്വാൻമാർ പോലും മോഹിക്കാതിരിക്കാൻ ശ്രീ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. കൂടുതൽ കൂടുതൽ ഐശ്വര്യം വരുംതോറും മതമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോ അങ്ങ് ചെയ്തത് മഹാനുഗ്രഹ, ഇവനെ നല്ല വകതിരിവുള്ളവനാക്കി, മോഹത്തിൽ നിന്ന് അവനെ ഉണർത്തി, പരമാർത്ഥ ദർശനത്തിന് അവനെ യോഗ്യനാക്കി തീർത്തു. ഭാഗ്യമാണ്. അതുകൊണ്ട് തസ്മൈ നമസ്തേ ജഗദീശ്വരായ വൈ നാരായണായ അഖില ലോക സാക്ഷിണേ. പ്രഹ്ലാദൻ ആ ഭഗവാന് നമസ്കാരം സമർപ്പിക്കുകയാണ്. തസ്മൈ നമസ്തേ, അങ്ങനെയുള്ള അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. തേ നമഃ, ജഗദീശ്വരായ തേ നമഃ, നാരായണായ തേ നമഃ, അഖില ലോക സാക്ഷിണേ തേ നമഃ. ജഗത്തെ മുഴുവൻ അട്ടിപ്പടയ്ക്കുന്ന ഈശ്വരനായ അങ്ങേക്ക് നമസ്കാരം. ഈ ജഗത്തിനെ സൃഷ്ടിക്കുന്നതും പരിപാലിക്കുന്നതും സംഹരിക്കുന്നതും ഇത് ആര്, എവിടൊക്കെ, എങ്ങനെയൊക്കെ ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നതും എല്ലാം അങ്ങാണ്. അതുകൊണ്ട് അങ്ങ് ജഗദീശ്വര. ഇതിന്റെ പരമകാരണം അങ്ങായതുകൊണ്ട് നാരായണായ അഖില ലോകസാക്ഷിണി, എല്ലാവരും ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയുമാണ് അങ്ങ്. അതുകൊണ്ട് ആർക്കും അങ്ങയുടെ കണ്ണുകളെ വഞ്ചിച്ച് അങ്ങയെ കബളിപ്പിക്കാൻ പറ്റില്ല. എല്ലാ കർമ്മങ്ങളും അങ്ങ് അറിയുന്നു. ഓരോരുത്തരും ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചുള്ളതായിട്ടുള്ള ഫലം കൊടുക്കുന്നവനാണ് അങ്ങ്. അങ്ങേക്ക് ആള് മാറിപ്പോകുമൊന്നുമില്ല. ഒരാളുടെ കർമ്മഫലം വേറൊരാൾക്ക് ചെന്നു ചേരുകയൊന്നുമില്ല. അങ്ങ് അഖില ലോക സാക്ഷിയാണ്. അപ്പൊ ഇവൻ അർഹിക്കുന്നതേ ഇവന് കിട്ടിയിട്ടുള്ളൂ.
ഇവൻ ഇതാണ് അർഹിക്കുന്നത്. ഇവനിപ്പോ സർവ്വ ഐശ്വര്യത്തിൽ നിന്നും ഭ്രഷ്ടനാകേണ്ടവനാണ്. അത് ആക്കിയത് ഏറ്റവും നല്ല അനുഗ്രഹമാണ്. അവനെ മോഹത്തിൽ നിന്ന് അങ്ങ് കരകയറ്റി രക്ഷിച്ചു. ഭാഗ്യമാണ് ഭാഗ്യം. ഇങ്ങനെ പ്രഹ്ലാദൻ തന്റെ പൗത്രന് കിട്ടിയതായിട്ടുള്ള ഭഗവാന്റെ അനുഗ്രഹത്തെ മഹത്തായി സ്തുതിക്കുകയാണ്. അല്ലാതെ ഭഗവാനെ ഒരു അല്പം പോലും കുറ്റപ്പെടുത്തുന്നില്ല. ഇനി ഭഗവാനെ ഇവനെ ശിക്ഷിക്കേണ്ടെന്ന് പോലും പ്രഹ്ലാദൻ പറയുന്നില്ല. കാരണം ഭഗവാനെ ഉപദേശിക്കാൻ താൻ ആരാ? ഭഗവാനോട് റെക്കമെൻഡ് ചെയ്യേണ്ട കാര്യം വല്ലതുണ്ടോ? തന്റെ കാര്യം ഭഗവാനോട് ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തിട്ടാണോ ഭഗവാൻ തന്നെ വന്ന് രക്ഷിച്ചത്? അല്ലേ? ആ ഹിരണ്യകശിപു ചെയ്യാത്ത പീഡകളുണ്ടോ? അങ്ങനെയൊക്കെ പീഡിപ്പിച്ചപ്പോഴും താന് ഭഗവാനോട് പ്രാർത്ഥിച്ചില്ല, തനിക്ക് വേണ്ടി വേറെ ആരും ചെന്ന് റെക്കമെൻഡ് ചെയ്തില്ല. ഒന്നുമില്ലാതെ ഭഗവാൻ, എല്ലാം അറിയുന്ന ഭഗവാൻ യഥാസമയം വന്ന് തന്നെ രക്ഷിച്ചു, വേണ്ടതുപോലെ രക്ഷിച്ചു. അങ്ങനെയുള്ള സർവജ്ഞനും സർവശക്തനുമായിട്ടുള്ള ഭഗവാനോട് താൻ വല്ലതും അപേക്ഷിക്കേണ്ടതുണ്ടോ, വല്ലതും റെക്കമെൻഡ് ചെയ്യേണ്ടതുണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ട് ഭഗവാന് നമസ്കാരം 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 എന്ന് പറഞ്ഞ് എല്ലാം കാരുണ്യമായി കാണുന്നു, അനുഗ്രഹമായി കാണുന്നു. ഇതാണ് ഭാഗവതോത്തമന്മാരുടെ അവസ്ഥ. യയാഹി വിദ്വാനഭിമുഹ്യതേ യതഃ തത്കോ വിചഷ്ടേ ഗതിമാത്മനോ യദാ തസ്മൈ നമസ്തേ ജഗദീശ്വരായ വൈ നാരായണായാഖില ലോകസാക്ഷിണേ. ശ്രീശുക ഉവാച തസ്യാനുശൃണ്വതോ രാജൻ പ്രഹ്ലാദസ്യ കൃതാഞ്ജലേഃ ഹിരണ്യഗർഭോ ഭഗവാൻ ഉവാച മധുസൂദനം. ശ്രീശുക ഉവാച തസ്യാനുശൃണ്വതോ രാജൻ പ്രഹ്ലാദസ്യ കൃതാഞ്ജലേഃ ഹിരണ്യഗർഭോ ഭഗവാൻ ഉവാച മധുസൂദനം. സുഖബ്രഹ്മർഷി തുടരുന്നു. തസ്യ അനുശൃണ്വതഃ രാജൻ, ഹേ രാജൻ, അല്ലയോ പരീക്ഷിത് രാജാവേ, തസ്യ ഇവിടെ പ്രഹ്ലാദസ്യ, തസ്യ പ്രഹ്ലാദസ്യ അനുശൃണ്വതഃ, ഇവിടെയും സതി സപ്തമിയാണ് ഷഷ്ടിയിൽ പ്രയോഗിച്ചിരിക്കുന്നത്. അവൻ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെ കേൾക്കുന്നവനായിരിക്കുന്ന പ്രഹ്ലാദനോട്, അല്ലെങ്കിൽ കൃതാഞ്ജലേഹെ, അവിടെ കേൾക്കുന്നതിനേക്കാൾ തസ്യ കൃതാഞ്ജലേഹേ പ്രഹ്ലാദസ്യ, ആ കൃതാഞ്ജലിയായിട്ട് അഞ്ജലി കൂപ്പിക്കൊണ്ട് ഇങ്ങനെ അടുത്തു നിൽക്കുന്നതായിട്ടുള്ള പ്രഹ്ലാദൻ അനുശൃണ്വതഃ, കേട്ടുകൊണ്ടിരിക്കേ, പ്രഹ്ലാദൻ കേട്ടുകൊണ്ടിരിക്കേ ആ ഹിരണ്യഗർഭഃ ഭഗവാൻ ഉവാച മധുസൂദന. ഹിരണ്യഗർഭഃ ഭഗവാൻ, ഇവിടെ ഹിരണ്യഗർഭനാരാ? ബ്രഹ്മദേവൻ വന്നിട്ടുണ്ട്. ആ ബ്രഹ്മദേവൻ മധുസൂദനം ഉവാച, മധുസൂദനനെ, അജ്ഞാനനാശകനെ, അഹങ്കാരനാശകനെ. മധു എന്നുള്ള അസുരൻ അജ്ഞാനത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഒക്കെ പര്യായമാണ്. അപ്പൊ ആ മധുവിനെ സൂദനം ചെയ്യുന്നവൻ, നശിപ്പിക്കുന്നവൻ, അജ്ഞാനനാശകനായ വിഷ്ണുവിനോട്, ഭഗവാനോട് ഹിരണ്യഗർഭനാകുന്ന ബ്രഹ്മദേവനാകുന്ന ഭഗവാൻ ഉവാച ഇങ്ങനെ പറഞ്ഞു എന്നാണ്. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു എന്ന് പറഞ്ഞ് പിന്നെ ബ്രഹ്മാവ് പറയുന്നത് പിന്നീടാ പറയുന്നത്. അതിന്റെ ഇടയ്ക്ക് കയറി വേറൊരാള് ഭഗവാനോട് ചിലത് പറയുന്നു. അതിനെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. ബദ്ധം വീക്ഷ്യപതിം സാധ്വീ തത്പത്നി ഭയവിഹ്വല പ്രാഞ്ജലി പ്രണതോപേന്ദ്രം ബഭാഷയവാങ്മുഖീ നൃപ. ബദ്ധം വീക്ഷ്യപതിം സാധ്വീ തത്പത്നി ഭയവിഹ്വല പ്രാഞ്ജലി പ്രണതോപേന്ദ്രം ബഭാഷയവാങ്മുഖീ നൃപ. ബദ്ധം വീക്ഷ്യ പതിം സാധ്വീ തത്പത്നി ഭയവിഹ്വല. ഇവിടെ തത്പത്നി എന്ന് പറഞ്ഞാല് ആരുടെ പത്നിയാണ്? മുമ്പിലത്തെ ശ്ലോകത്തിൽ പറഞ്ഞ ആരുടെയും പത്നിയല്ല. ബ്രഹ്മാവിന്റെ അല്ല, പ്രഹ്ലാദന്റെ അല്ല, ഭഗവാന്റെ അല്ല. അപ്പൊ പിന്നെ ആരുടെ പത്നി? സർവനാമ ശബ്ദം പ്രയോഗിക്കുമ്പോ അതിന്റെ തൊട്ട് മുമ്പായിട്ട് ആളുടെ പേര് പറഞ്ഞിരിക്കണം. ഇവിടെ പേര് പറഞ്ഞിട്ടില്ല, പക്ഷെ മഹാബലി എന്ന് നമ്മൾ എടുക്കണം. പിന്നീട് വിന്ധ്യാവതിരുവാച എന്ന് പറയുന്നത് കൊണ്ട്. അപ്പൊ ഭയവിഹ്വലയായ സാധ്വിയായ തത്പത്നി
ഭയവിഹ്വലയായിട്ട് തന്റെ ഭർത്താവിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് പാശബദ്ധനായി നിൽക്കണം. ഇനിയിപ്പോ അടുത്ത് പോയി ഇയാളുടെ ഗതി എന്താണെന്ന് അറിയില്ല. ഭഗവാൻ നിഗ്രഹിച്ചു കളയോ, ഏതെങ്കിലും ലോകത്തിലേക്ക് ഒന്നും അറിയാൻ പറ്റില്ലല്ലോ. ഭഗവാൻ എന്താ തീരുമാനിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, അഡ്വാൻസ് ആയിട്ട് നോട്ടീസ് കൊടുത്തിട്ടില്ല. ശിക്ഷ എന്താണ് വിധിക്കാൻ പോണത് ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്റെ ഭർത്താവിന്റെ ഈ ഒരു അവസ്ഥയെ കണ്ട് ഭയവിഹ്വലയായിരിക്കുന്ന സാധ്വി പതിവ്രതയായ നല്ല ഗുണങ്ങളെല്ലാം തികഞ്ഞവളായ സാധ്വിയായ തത്പത്നി, അവന്റെ പത്നി, ബദ്ധം വീക്ഷ്യ പതിം. അപ്പൊ അവിടെ പതിയെ ബദ്ധനായിട്ട് കണ്ടിട്ട് എന്ന് പറയുമ്പോ ആരാണെന്ന് ഊഹിക്കാം അല്ലേ? പേരൊന്നും പറഞ്ഞില്ലെങ്കിലും ബദ്ധനായ പതിയെ കണ്ടിട്ട് എന്ന് പറയുമ്പോ ഇവിടെ ആകെ ബദ്ധനായിട്ട് നിൽക്കുന്നത് ആരാണ്? ബന്ധിക്കപ്പെട്ടു നിൽക്കുന്നത് മഹാബലി. അപ്പൊ മഹാബലിയെ തന്റെ ഭർത്താവിനെ കണ്ടിട്ട്, ബദ്ധനായി കണ്ടിട്ട്, പ്രാഞ്ജലിഹി അഞ്ജലി കുപ്പിക്കൊണ്ട്, പ്രണത പ്രണമിക്കുന്നവളായിക്കൊണ്ട്, ഉപേന്ദ്രം ബഭാഷേ ഉപേന്ദ്രനോട് ഭാഷണം ചെയ്തു. ഉപേന്ദ്രനാരാ? ഇന്ദ്രന്റെ അനുജനായതുകൊണ്ട്, അതിഥിപുത്രനായി ഇന്ദ്രന്റെ അനുജനായി ജനിച്ചതുകൊണ്ട് ഉപേന്ദ്രൻ. ആ ഉപേന്ദ്രനോട് ഭാഷണം ചെയ്തു. ബഭാഷേ എങ്ങനെ? അവാങ്മുഖി തലതാഴ്ത്തി നിന്നുകൊണ്ട്. ഒന്നാമത് കുറെ ആളുകളുള്ള സദസ്സാവുമ്പോ ഒരു കുലസ്ത്രീ അല്ലെങ്കിൽ മര്യാദയുള്ളവർ ലജ്ജ ഭാവിച്ചുകൊണ്ട് നമ്രമുഖികളായിരിക്കും. അവാങ്മുഖി നൃപ എന്നുള്ളത് പരീക്ഷത്തിനെ സംബോധന ചെയ്യണം. ഇനി ഇവിടെ തന്റെ ഭർത്താവ് വലിയ അപരാധം ചെയ്തു നിൽക്കണമെന്ന് നല്ല ബോധ്യമുണ്ട്. അത് അവരുടെ വാക്കുകളിൽ നിന്ന് തെളിഞ്ഞു കാണാം. തന്റെ ഭർത്താവ് വലിയ അപരാധമാണ് ചെയ്തിരിക്കുന്നത്. ഭഗവാന്റെ സനാതന ധർമ്മ നിയമങ്ങളെയെല്ലാം ലംഘിച്ചവനാണ് തന്റെ ഭർത്താവ്. ഭഗവാനെ അവഗണിച്ചവനാണ്, ഭഗവാനെ ബഹുമാനിക്കാത്തവനാണ്. നേരത്തെ കേട്ടോ, വിശ്വരൂപ ദർശനത്തിന് മുമ്പ്. അപ്പൊ ആ കാര്യം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഈ ശ്ലോകമാണ് ഈ മഹാബലി ചരിതത്തിലെ ഏറ്റവും പ്രധാന ശ്ലോകം. മന്വന്തരാനുചരിതം എന്നുള്ള തത്വത്തെ വ്യക്തമാക്കുന്ന ഈ ചരിതത്തിൽ തന്നെ ഏറ്റവും പ്രധാന ശ്ലോകം ഏതാന്ന് ചോദിച്ചാൽ ഈ 22-ാം അധ്യായത്തിലെ 20-ാം ശ്ലോകം. വിന്ധ്യാവലിരുവാച ക്രീഡാർത്ഥമാത്മന ഇദം ത്രിജഗത്കൃതം തേ സ്വാമ്യം തു തത്ര കുധിയോ പരൈശ കുര്യുഃ കർത്തുഃ പ്രഭോസ്തവ കിമസ്യദ ആവഹന്തി ത്യക്തഹ്യസ്ത്വദവരോപിത കർത്തൃപാദാഃ. വിന്ധ്യാവലിരുവാച ക്രീഡാർത്ഥമാത്മന ഇദം ത്രിജഗത്കൃതം തേ സ്വാമ്യം തു തത്ര കുധിയോ പരൈശ കുര്യുഃ കർത്തുഃ പ്രഭോസ്തവ കിമസ്യദ ആവഹന്തി ത്യക്തഹ്യസ്ത്വദവരോപിത കർത്തൃപാദാഃ. വിന്ധ്യാവലിഹി ഉവാച, വിന്ധ്യാവലി പറഞ്ഞു. അപ്പൊ മുകളിൽ പറഞ്ഞ 18-ാം ശ്ലോകം അവിടെ നിൽക്കുകയാണ്. ബ്രഹ്മാവ് പറഞ്ഞു എന്ന് പറഞ്ഞു, ഹിരണ്യഗർഭൻ ഭഗവാനോട് പറഞ്ഞു എന്നുള്ളത് അവിടെ പെൻഡിങ് വെച്ചിട്ട് അടുത്ത ശ്ലോകത്തില് തന്റെ ഭർത്താവ് ബന്ധനസ്ഥനായിരിക്കുന്നത് കൊണ്ട് വ്യഗ്രത കൊണ്ടായിരിക്കാൻ ചാടി വീണത്. ബ്രഹ്മാവ് എന്തോ പറയാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അതിലേക്ക് ശ്രദ്ധ പോകാതെ താൻ ഇടയിൽ കയറി പറയുന്നത് വ്യഗ്രത കൊണ്ടാവാം. ഒരു ഭയചകിതയല്ലേ, ഭയവിഹ്വലയല്ലേ. അപ്പൊ ബ്രഹ്മാവിനെ പറയാൻ അനുവദിക്കാതെ ഇടയിൽ കയറി തന്റെ ഭയത്തെ ഭഗവാനോടുള്ള ബഹുമാനമാക്കി പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതെന്താ എങ്ങനെ മാറി വന്നത് എന്ന് വിചാരം ചെയ്യേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ വല്ല ഓലകൾ പണ്ട് മാറ്റിവെച്ചപ്പോൾ അങ്ങോട്ട് മാറിപ്പോയതോ അല്ലേ. ഈ ശ്ലോകം 19ഉം 20ഉം പറഞ്ഞതിന് ശേഷം പിന്നീട് 18 പറഞ്ഞിരുന്നെങ്കിൽ ശരിക്ക് അതിന്റെ ആ ഒരു ക്രമം കറക്റ്റാവും. 18-ാം ശ്ലോകം 20-ാം ശ്ലോകം ആവണമായിരുന്നു, 19 18ഉം 20 19ഉം ആവണമായിരുന്നു. എന്നിട്ട് അങ്ങനെ പോയിരുന്നെങ്കിൽ ഇവിടെ യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു ഷഫിൾ വന്നിട്ടുണ്ട് ശ്ലോകങ്ങൾ തമ്മിൽ. എല്ലാ ഗ്രന്ഥങ്ങളിലും പാഠഭേദമൊന്നുമില്ല, ഇതുപോലെ തന്നെയാണ്. അപ്പൊ അതിനെന്തൊക്കെ കാരണങ്ങളുണ്ട് എന്ന് കാരണം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇരിക്കട്ടെ, നമുക്കിങ്ങനെ തന്നെ നോക്കാം. എന്റെ അല്പബുദ്ധിയിൽ തോന്നിയ ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഈ 18-ാം ശ്ലോകം 20-ാം ശ്ലോകത്തിന്റെ സ്ഥാനത്താണ് വരേണ്ടിയിരുന്നത്.
19ഉം 20ഉം മുകളിലോട്ട് പോകണം. അതാണ് ശരിയായിട്ടുള്ള ക്രമം. ഇരിക്കട്ടെ, നമുക്ക് ഈ പ്രകാരം തന്നെ എടുക്കാം. കാരണം എത്രയോ മഹാത്മാക്കൾ എത്രയോ കാലങ്ങളായിട്ട് ഇത് തന്നെ പിന്തുടരുന്നു. ഒന്നും പറയാം, ഞാൻ പറഞ്ഞതുപോലെ ഭയവിഹ്വല എന്നുള്ളത് പ്രത്യേകം എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഭയവിഹ്വലയായിട്ടുള്ള സാധ്വിയായ ആ ദേവിയുടെ വിന്ധ്യാവലിയുടെ ഒരു വ്യഗ്രത കൊണ്ട് ഇടയിൽ ചാടി പറഞ്ഞിട്ടുണ്ടാവും. ബ്രഹ്മദേവൻ പറയാൻ പോകുമ്പോഴേക്കും, ബ്രഹ്മദേവൻ ഒന്ന് മുരടനക്കി നിൽക്കുമ്പോഴേക്കും ഇടയിൽ കയറി പറഞ്ഞിട്ടുണ്ടാവും ആയിരിക്കാം. അപ്പൊ വിന്ധ്യാവലി ഉപാച, വിന്ധ്യാവലി പറയുന്നു. എന്താ പറയണത്? ക്രീഡാർത്ഥം ആത്മനഃ ഇദം ത്രിജഗത്കൃതം തേ. ഭഗവാനോടാ പറയുന്നത്. ഈശ എന്ന് രണ്ടാമത്തെ വരിയിലുണ്ട്. പ്രഭോ ഇല്ല, അത് സംബോധനയല്ല. രണ്ടാമത്തെ വരിയിലെ ഈശ എന്ന് മാത്രമാണ് സംബോധനയായിട്ട്. അല്ലയോ ഈശ, ആ വിളിയിൽ തന്നെ എല്ലാം ഉണ്ട് അല്ലെ? യു പ്രൂവ്ഡ് ദാറ്റ് യു ആർ ദ ഈശ്വര. അങ്ങാണ് ശരിക്കുള്ള ഈശ്വരൻ എന്ന് അങ്ങ് തെളിയിച്ചു. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി അങ്ങാണ് ചെയ്യുന്നത്, പരിപാലനം അങ്ങാണ് ചെയ്യുന്നത്, സംഹാരം അങ്ങാണ് ചെയ്യുന്നത്. ഇതിന്റെ എല്ലാ നിയന്ത്രണവും പൂർണ്ണമായിട്ടും അങ്ങയുടെ കയ്യിൽ തന്നെയാണ്. അതുകൊണ്ടാണിതാ ഈ മഹാബലിയെ പോലെ ശക്തനായിട്ടുള്ള ഒരാളിത് അപ്പോ നിസ്സഹായനായി ബന്ധനസ്ഥനായി വരുണപാശം കൊണ്ട് ബന്ധിച്ചു നിൽക്കുന്നത്. ഇവന്റെ പിതാമഹന്മാരിൽ ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും ഒക്കെ എത്ര ശക്തന്മാരായിരുന്നു. അവരെയൊക്കെ നിലയ്ക്ക് നിർത്തിയില്ലേ? ഈശനായതുകൊണ്ട് തന്നെയാണ്. അപ്പൊ അങ്ങാണ് യഥാർത്ഥ ഈശൻ. ആ ഈശനായിട്ടുള്ള അങ്ങ് തേ ക്രീഡാർത്ഥം, ആത്മനഃ ക്രീഡാർത്ഥം. അപ്പൊ തേ ആത്മനഃ ക്രീഡാർത്ഥം, അങ്ങേക്ക് സ്വയം കളിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങയുടെ ആത്മനഃ ക്രീഡാർത്ഥം എന്ന് പറഞ്ഞാൽ സ്വസ്യ ക്രീഡാർത്ഥം, അങ്ങേക്ക് തന്നെ കളിക്കാൻ വേണ്ടി. ഇതം ത്രിജഗത് തേ കൃതം. ഇതം ത്രിജഗത്, ഈ മൂന്ന് ലോകങ്ങളും തേ എന്നുള്ളത് ഇവിടെ ത്വയാ എന്നുള്ള അർത്ഥത്തിൽ എടുക്കാം. അങ്ങയാൽ കൃതം ചെയ്യപ്പെട്ടു. അപ്പൊ ഈ ലോകത്തെ അങ്ങ് സൃഷ്ടിച്ചത് അങ്ങേക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ്. മുഴുവനായിട്ടും അങ്ങയുടേതാണ്. അങ്ങ് തന്നെ അങ്ങയിൽ നിന്ന് തന്നെ അങ്ങയാൽ തന്നെ അങ്ങേക്ക് വേണ്ടി തന്നെ നിർമ്മിച്ചതാണ് ഈ പ്രപഞ്ചം. അത് അങ്ങ് തന്നെയാണ് താനും. അപ്പൊ അങ്ങനെയിരിക്കെ അങ്ങയുടെ ക്രീഡാർത്ഥമായിട്ട് അങ്ങ് ഉണ്ടാക്കിയതിൽ സ്വാമ്യം തു തത്ര കുതിയോ അപരേ ഈശ കുര്യുഹു. തത്ര എന്ന് പറഞ്ഞാൽ അതിൽ, ആ വിഷയത്തിൽ, ആ ജഗത്തിൽ, ഈ മൂന്ന് ലോകങ്ങളിൽ അപരേ കുതിയ, അപരേ വേറെ ചില കുൽസിത ബുദ്ധികൾ, മൂഢബുദ്ധികൾ, അറിവില്ലാത്തവർ, അഹങ്കാരികൾ, തത്വം അറിയാത്തവർ, ഇത് ആരുടെ മുതലാണെന്ന് ചിന്തിക്കാത്തവർ. ഈ ജഗത്ത് ആര് നിർമ്മിച്ചു, ആര് രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, ആരുടെ ഇച്ഛയ്ക്ക് നിർമ്മിച്ചതാണ്, ആരാണ് ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ എന്നൊന്നും ചിന്തിക്കാത്തവരെയാണ് ഇവിടെ കുതിയ എന്ന് പറയുന്ന കുൽസിത ബുദ്ധികൾ. ഇപ്പോഴുണ്ട് ഒരുപാട് കുതിയ അല്ലേ? കൂടിക്കൂടി വരികയാണ് കലികാലത്ത്. ഈശ്വര നിഷേധികളായിരിക്കുന്ന, ഇതെല്ലാം സ്വയംഭൂവാണ്, തന്നെത്താൻ പൊട്ടിപ്പുറപ്പെട്ടു വന്നതാണ്. എല്ലാം കെമിക്കൽ കോമ്പിനേഷൻസ്, കെമിക്കൽ റിയാക്ഷൻസ് കൊണ്ടുണ്ടായിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ചില എന്താ പറയുക, ഊർജതന്ത്ര നിയമങ്ങളെ കൊണ്ടുണ്ടായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ചില ജീവശാസ്ത്ര നിയമങ്ങളെ കൊണ്ടുണ്ടായിട്ടുള്ളതാണെന്നൊക്കെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന പലതരം ശാസ്ത്രകാരന്മാര്, ആധുനിക ചാർവാകന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. യുക്തിവാദികൾ എന്ന് പറയുന്ന യുക്തിയില്ലാത്തവാദികൾ. അപ്പൊ അവരൊക്കെ കുതിയ, കുൽസിതദിയ, ദുഷിച്ച ബുദ്ധികൾ, മൂഢബുദ്ധികൾ, സത്യമറിയാത്തവർ, അവര് അപരേ. അങ്ങനെയുള്ള ചിലര് ഭഗവാന്റെ മുതല് തത്ര സ്വാമ്യം കുര്യുഹു. സ്വാമ്യം എന്ന് പറഞ്ഞാൽ സ്വാമീഭാവം. സ്വാമി എന്ന് പറഞ്ഞാൽ ഉടമസ്ഥത. അപ്പൊ ഞാനാണ് ഇതിന്റെ ഉടമസ്ഥൻ എന്ന ഭാവത്തെ കുര്യുഹു ചെയ്യുന്നു എന്നാണ്. ചെയ്തു, മുമ്പും ചെയ്തു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോ ഈ ഭഗവാന്റെ മുതലിനെ അപഹരിച്ച് ഞങ്ങളാണ് സ്വാമിമാർ, ഇതിന്റെ ഉടമസ്ഥന്മാർ എന്ന്
കുറെ കുൽസിത ബുദ്ധികൾ കരുതുന്നു. അവര് എന്ത് ചെയ്യുന്നു? കർത്തുഹു പ്രഭോഹോ തവ കിം അസ്യത ആവഹന്തി തെക്തഹ്രിയ ത്വദവരോപിത കർത്തൃവാദാഹ. അവരെങ്ങനെയുള്ളവരാണ്? തെക്തഹ്രിയ എന്ന് പറയുന്നത് ലജ്ജയില്ലാത്തവർ. ഹ്രീ എന്നാൽ ലജ്ജ, അതിനെ ത്യജിച്ചവർ, അല്പം പോലും ലജ്ജയില്ലാത്തവർ, നാണമില്ലാത്തവർ. ആ നാണമില്ലാത്തവര് എന്ത് ചെയ്യുന്നു? ത്വദവരോപിത കർത്തൃവാദ. അങ്ങയുടെ മായ നിമിത്തം ത്വദീയയാ മായയാ അവരോപിത കർത്തൃവാദ, ഞങ്ങളാണ് കർത്താക്കൾ എന്നുള്ള വാദം അവർ സ്വയം അവരോപിതമാക്കിയിരിക്കുന്നു, തങ്ങളിലേക്ക് ഏറ്റെടുത്തിരിക്കുന്നു. മായ കൊണ്ട് മോഹിതരായിട്ട് ഭഗവാനെ കാണാതെ, ഉടമസ്ഥനെ കാണാത്തത് കൊണ്ട് ഇതിപ്പോ ആരാണോ കൈവശം വെച്ചിരിക്കുന്നത് അവരാണ് ഇതിന്റെ ഈശ്വരന്മാർ, കർത്താക്കൾ എന്ന് കർത്തൃവാദത്തെ ഭഗവാനിൽ നിന്ന് ഇവർ ഏറ്റെടുത്തിരിക്കുകയാണ് മായ കൊണ്ട്. ഭഗവാനെ കാണുന്നില്ല, ഉടമസ്ഥനെ കാണാനില്ല. അല്ലേ? നമ്മള് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആരുടെയെങ്കിലും എന്തെങ്കിലും സാധനം ഇരിക്കണ കണ്ടാ കുറെ നേരമൊക്കെ നോക്കി നിൽക്കുക, ആരും കാണാനില്ല. ഒരു പേഴ്സാണ്, ബാഗാണ്, അല്ലെങ്കിൽ ചെരുപ്പാണ്, അല്ലെങ്കിൽ പെട്ടിയാണ്, ആരും ഉടമസ്ഥനില്ലെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ നമുക്ക് ഇരിക്കട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കും നമ്മൾ. ആരും കണ്ടില്ലെങ്കിൽ ഒരു നോട്ടുകെട്ടാണെങ്കിലും ഒരു സ്വർണമാലയാണെങ്കിലും ഇതിപ്പോ ഞാനാണ് ഇതിന്റെ കർത്താവ്, ഇതിന്റെ ഉടമസ്ഥൻ എന്ന് അപഹരിച്ചെടുക്കുന്ന കള്ളന്മാരെ പോലെ ഭഗവാനെ കാണാത്തത് കൊണ്ട്, ഭഗവാന്റെ മായ കൊണ്ട് മതിമറന്നവരായിട്ട് ആ ഭഗവാനിൽ നിന്ന് കർത്തൃവാദത്തെ അവരോപിതം, സ്വയം അങ്ങോട്ട് അവരോപണം ചെയ്തിരിക്കണം, അവരുടെ മേലെ ഏറ്റെടുത്തിരിക്കുകയാണ്. അങ്ങനെ കർത്തൃവാദത്തോടുകൂടിയ തേ കർത്തുഹു പ്രഭോഹോ അസ്യതഃ തവ. ഇവിടെ ഭഗവാനെ വിശേഷിപ്പിച്ച 3 പദങ്ങളാണ്. കർത്തുഹു, തവ എന്നുള്ളതിനെ വിശേഷിപ്പിച്ചാണ്. തവ അങ്ങേക്ക്, കർത്താവായ അങ്ങേക്ക്. കർത്ത എന്ന് പറയുന്നത് ഇവിടെ ക്രിയേറ്റർ എന്നുള്ള അർത്ഥത്തിലാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവായ അങ്ങേക്ക്. പ്രഭോഹോ എന്നുള്ളതും ഷഷ്ടിയാണ്. ഇതിനെ പരിപാലിക്കുന്ന പ്രഭാവമേറിയ സർവശക്തനായ അങ്ങേക്ക്, പ്രഭുവായ അങ്ങേക്ക്. അസ്യതഃ കിം അസ്യത കിം അസ്യത. അവിടെ അസ്യതഃ എന്ന് പറഞ്ഞാല് അസിക്കുക എന്ന് പറഞ്ഞാൽ എറിയുക എന്നാണ്. എറിയുക എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക എന്ന അർത്ഥമുണ്ട്. അതുകൊണ്ട് ഇവിടെ പ്രളയം എന്നുള്ള കർമ്മത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അസ്യതഃ തവ. പ്രളയകാലത്ത് ഇതിനെയെല്ലാം നശിപ്പിച്ചു കളയുന്നവനായ തവ അങ്ങേക്ക് കിമാവഹന്തി, എന്ത് കൊണ്ടു തരാനാണ്? ഇതിന്റെ കർത്താവ് അങ്ങ്, ഇതിന്റെ പ്രഭു അങ്ങ്, ഇതിനെ നശിപ്പിക്കുന്ന സംഹാരകർത്താവും അങ്ങ്. അപ്പൊ ഇതിന്റെ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ അങ്ങേക്ക് ആർക്ക് എന്ത് തരാനുള്ള കഴിവുണ്ട്? ഇപ്പം വലിയ 3 ലോകങ്ങളെയും ദാനം ചെയ്തവൻ എന്നുള്ളതായിട്ടുള്ള അഭിമാനത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്റെ ഭർത്താവ്, അദ്ദേഹത്തിന് തെറ്റുപറ്റി എന്നർത്ഥം. ഭഗവാനോട് വാഗ്ദാനം ചെയ്തതാണല്ലോ മുമ്പ്. ഈശ്വരനായ എന്നോട് വന്ന് വെറും 3 അടി മണ്ണ് യാചിക്കുകയോ എന്നൊക്കെ ചോദിച്ച് അതൊക്കെ കേട്ട് നിൽക്കുന്നവരാണ് ഭാര്യ. അതുകൊണ്ട് സാധ്യയായിട്ടുള്ള അവൾക്ക് തത്വമറിഞ്ഞു. തത്വമറിയുന്ന വിന്ധ്യാവലി തന്റെ ഭർത്താവിന് പറ്റിയ അബദ്ധത്തെ, തെറ്റിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭർത്താവിന് വേണ്ടി കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമാപണം ചെയ്യുന്നു. കാര്യം മനസ്സിലാക്കൽ തന്നെയാണ് ഏറ്റവും വലിയ ക്ഷമാപണം. യെസ്, ഐ അണ്ടർസ്റ്റാൻഡ് മൈ മിസ്റ്റേക്ക്, സോറി. സോറി എന്ന് പ്രത്യേകം പറഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നു, എന്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് എന്ത് സന്തോഷം ഉണ്ടാവും എന്ന് വെച്ചാൽ, നമ്മൾ തെറ്റ് ചെയ്തിട്ട് നമ്മൾ ന്യായീകരിച്ചുകൊണ്ടേ നിന്നാൽ അവർക്ക് ദേഷ്യം കൂടിക്കൂടി വരും. നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടാവും, പക്ഷെ നമുക്കത് കാണാൻ കഴിവില്ല. നമ്മളതിനെ വീണ്ടും വീണ്ടും തർക്കിച്ച് ന്യായീകരിക്കും. അത് കൂടുതൽ വൈരാഗ്യം വളർത്തുകയുള്ളൂ. നേരെ മറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് ആത്മപരിശോധന ചെയ്താൽ, എന്റെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യം വന്നാൽ, അത് തുറന്നങ്ങോട്ട് സമ്മതിച്ചാൽ, അവിടെ വലിയൊരു മല, ഐസ് മല
അത് അലിഞ്ഞു പോകും. ഐസ് ബ്രേക്കിംഗ് എന്ന് പറയുന്ന നമ്മൾ വ്യക്തികൾ തമ്മിലുള്ളതായിട്ടുള്ള ബന്ധങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന ഈഗോയുടെ തെറ്റിദ്ധാരണകളുടെ വലിയ വലിയ പർവ്വതങ്ങൾ നമ്മൾ തന്നെ സൃഷ്ടിക്കുന്നതാണ്. അതൊന്ന് തുറന്നു പറഞ്ഞാൽ, ഞാൻ എൻ്റെ തെറ്റ് മനസ്സിലാക്കുന്നു, എന്നോട് ക്ഷമിക്കുക, ഒരു വാക്ക് പറഞ്ഞാൽ അതിനാൽ ബാധിക്കപ്പെട്ടവർ പറയും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ക്ഷമാപണമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കിയാൽ മതി, തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ മതി, ക്ഷമാപണത്തിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയും. ഇനിയിപ്പോ നമ്മൾക്ക് തെറ്റായിട്ട് ബോധ്യം വന്നില്ലെങ്കിൽ പോലും നമ്മുടെ ഭാഗത്തും ന്യായീകരണം ഉണ്ടാവും, ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവും. എങ്കിൽ പോലും നമ്മളൊന്ന് വിട്ടുകൊടുത്തിട്ടൊന്ന് ക്ഷമിച്ചാൽ, ക്ഷമാപണം പറഞ്ഞാൽ അവിടെ തീരുന്നതേ ഉള്ളൂ എല്ലാ പ്രശ്നങ്ങളും. നമ്മുടെ ഭാഗത്ത് ശരികളുണ്ടാവും, ന്യായീകരണങ്ങൾ ഉണ്ടാവും. എന്നാൽ ഇതിങ്ങനെ തർക്കിച്ചുകൊണ്ടേയിരുന്നാൽ അവർക്ക് മനസ്സിലാവില്ല. നേരെ മറിച്ച് നമ്മളൊന്ന് ക്ഷമാപണം കഴിഞ്ഞാൽ അവരലിഞ്ഞ് നമ്മുടെ കേൾക്കാൻ പിന്നെ തയ്യാറായി എന്നും വരും. അവരും ചിന്തിക്കും, ശരിയാണ്, പറഞ്ഞതൊക്കെ ശരിയാണെന്ന് പിന്നീട് ചിന്തിച്ചോളും. ഇതാണ് ഇവിടെ ദേവി ഈ ഇന്ത്യാവലി ചെയ്യുന്നത്. തന്റെ ഭർത്താവിന് വേണ്ടി ക്ഷമാപണം ചെയ്യാണ്. അങ്ങയുടെ മുതലിനെ അപഹരിച്ചെടുത്തിട്ട് ഞാനാണ് ഇതിന്റെയൊക്കെ കർത്താവ്, ഈശ്വരൻ എന്നൊക്കെ അഭിമാനിച്ചിട്ട് അങ്ങേക്ക് എന്ത് നൽകാനാണ് ഇവർക്ക് കഴിവുള്ളത്? അതുകൊണ്ട് ഒന്നും നൽകിയിട്ടില്ല. ഇതെല്ലാം ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ചീതാഹ മാ ഘൃത കസ്യ സിദ്ധനം. ആരുടേതാണ് ധനം? ഈശ്വരന്റേതാണ്. അതുകൊണ്ട് മാ ഘൃത, അതിൽ കൊതി വെക്കാതിരിക്കുക, ലോഭമില്ലാതിരിക്കുക, ആർത്തിയില്ലാതിരിക്കുക. ഭഗവാന്റേതാണെല്ലാം. നമുക്ക് അർഹതയുണ്ടെങ്കിൽ ഭഗവാൻ വേണ്ടപ്പോൾ നൽകിക്കോളും. ഈ ഒരു ധൈര്യം ഉണ്ടാവണം എല്ലാവർക്കും. അപ്പൊ നമ്മൾ അപരാധങ്ങൾ ചെയ്യില്ല, സ്വാർത്ഥത കൊണ്ട്, അഹങ്കാരം കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കില്ല. ഇതാണ് ഈ ഒരു ശ്ലോകത്തിൽ നിന്ന്, ഇതാണ് ഏറ്റവും വലിയ പാഠം. വിന്ധ്യാവലിരുവാച ക്രീഡാർത്ഥമാത്മന ഇദം ത്രിജഗത്കൃതം തേ സ്വാമ്യം തു തത്ര കുധിയോപരൈശ കുര്യുഃ കർത്തുഃ പ്രഭോസ്തവ കിമസ്യത ആവഹന്തി തെക്തഹ്രിയസ്ത്വദവരോപിത കർത്തൃവാദഃ. അപ്പൊ ഈ വരികൾ നല്ലതുപോലെ അടിവരയിട്ട് പഠിച്ചു വെക്കുക. ഇതാണ് ഈ കഥയുടെ, വാമനാവതാര കഥയുടെ സാരമായിട്ടുള്ള, ഹൃദയമായിട്ടുള്ള ഭാഗം. ബാക്കി നമുക്ക് ബ്രഹ്മാവിന്റെ വാക്കുകളും ഭഗവാന്റെ വാക്കുകളും നാളെ തുടരാം. ഇന്ന് വൈകുന്നേരം ഉണ്ടാവില്ല, നാളെ രാവിലെ കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം നാരായണ. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നാളെ കാണാം. ഹരി.